പുതിയ നിയമത്തിൽ 3 അധ്യായങ്ങൾ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസ് 21 എന്നീ അധ്യായങ്ങളാണ്. ഈ 3 അധ്യായങ്ങളെ യഹൂദൻ്റെ മുപ്പിരിച്ചരട് അഥവാ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ 3 അധ്യായങ്ങളിലും പഴയ പുതിയ നിയമത്തിൻ്റെ നിരവധി പേജുകളിൽ ചിതറി വിതറി കിടക്കുന്ന 150 ലക്ഷണങ്ങളാണ് യേശുവിൻ്റെ വരവിന് മുൻപ് നടക്കേണ്ട ലക്ഷണങ്ങൾ. ആ 150ഉം ആ പുസ്തകത്തിൽ ഞാൻ കോറിയിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല, അന്ത്യകാലം, അന്ത്യനാഴിക രണ്ടും രണ്ടാണ് എന്ന് പറയാനാണ്. ട്രോണോസ് എന്നൊരു പദവും കെയ്റോസ് എന്നൊരു പദവും ഇതിനെ സംബന്ധിച്ച് മൂലഭാഷയിൽ ഉണ്ട്. പക്ഷേ നമ്മൾ നാളുകളായിട്ട് പറഞ്ഞു വരുന്നത് അന്ത്യകാലം എന്നാണ്. തൊട്ടു മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ശ്രദ്ധിക്കണം, നോഹയുടെ കാലം എന്നുള്ളത് അന്ത്യകാലം എന്ന സബ്ജക്റ്റാണ്. എന്നാൽ തൊട്ടു താഴെ നാളും നാഴികയും എന്ന് പറയുന്നത് കാലത്തെ കുറിക്കുന്നതല്ല. ഈ 2 മൂലഭാഷയിലെ പദങ്ങളുടെ വ്യത്യാസമാണ് എന്നെ ഈ പ്രസംഗത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാലമെന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതൊരു പ്രത്യേക ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡിന് പറയുന്നതാണ് കാലം. ഇപ്പം ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 44 വർഷമായി. ഇത്രയും വർഷമായിട്ട് ഒരുപാട് ഉപദേശിമാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, യേശു വരാറായി, യേശു വരാറായി. യേശു വരാറായി എന്ന് കേട്ടാൽ ഇപ്പം ആരും അങ്ങനെ സ്വോത്രമൊന്നും പറയാറില്ല. കാരണം അത് വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള മട്ടിലൊക്കെയാണ്. നമ്മളൊന്ന് രക്ഷപ്പെട്ട് ഇവിടെ പച്ച പിടിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള മട്ടിലാണ് നമ്മളെ ആളുകളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് ആളുകളൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് കാലമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് വന്നാൽ പോരെ എന്നൊരു ചിന്തയാണ്. അപ്പോൾ ബ്രാക്കറ്റ് പീരീഡിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. മറിച്ച് ഇവിടെ കെയ്റോസ് എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നാഴിക എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയം, ഘടികാര സമയം വന്നെത്തുന്ന വളരെ കൃത്യമായ സമയത്തിന് പറയുന്ന പേരാണ് നാഴിക എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പം എൻ്റെ വാച്ചിൽ, നിങ്ങളുടെ വാച്ചിൽ സമയം 7:45 8 മണിയാകാൻ 10-15 മിനിറ്റ് ഉണ്ട്. നമ്മൾ ആര് തടഞ്ഞാലും ഇതിൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ ചെറിയ സൂചി 8-ലും വലിയ സൂചി 12-ലും മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി കറങ്ങിക്കൊണ്ടിരുന്നാൽ 8 മണിയാകും. അത് കൃത്യമായിട്ട് വരും. പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ പറയാറുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ കേൾക്കാറുണ്ട്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞ് പഠിച്ചത് കൊണ്ടാണ്. ചിലർ പറയാറുണ്ട്, സമയം മുന്നോട്ട് പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ? സമയം മുന്നോട്ട് പോയി. എനിക്കറിയാൻ മേല. ഞാൻ ഇന്ന് വരെ സമയം മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. സമയം കൃത്യമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആര് പുറകോട്ട് പോയി? നമ്മൾ അതുപോലും സമ്മതിക്കുകയില്ല. നമ്മൾ പുറകോട്ട് പോയി എന്ന് പറയാതെ വെറുതെ ഇരിക്കുന്ന വാച്ചിനെ കുറ്റം പറയും. സമയം ക്ലോക്കാണ് പറ്റിച്ചത്, സമയം മുന്നോട്ട് പോയി. അങ്ങനെ സമയമൊന്നും മുന്നോട്ട് പോവുകയില്ല. സമയം കൃത്യമായിട്ട് പോകുന്നു, നമ്മൾ പുറകോട്ട് പോകുന്നു. എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 9 മണി ആണ്. 9 മണി എന്ന് പറയുമ്പം കുറച്ചും കൂടെ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ മുന്നോട്ടൊന്നും അധികം പോകുന്ന ആളല്ല. കൃത്യമായിട്ട് പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. മുന്നോട്ട് പോയാലും പുറകോട്ട് പോയാലും നിങ്ങൾ 35ാമത്തെ കൺവെൻഷനാണ്. കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ക്യാച്ചിങ് പവർ ഉള്ളവരാണെന്ന് ഇരിപ്പ് കണ്ടാലറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പോവുകയില്ല. 9 മണിക്ക് സൂക്ഷം നിർത്തിയാൽ ഒരു പക്ഷേ ഒരു പാട്ടും കൂടെ പാടേണ്ടി വന്നേക്കാം. ഇന്ന് യോഗം തീരുകയാണല്ലോ. പണ്ടൊക്കെ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന പാട്ട് പാടിയാണ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് പ്രത്യാശയുടെ ഗാനം പാടി അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഗംഭീര പാട്ടുകാരാണ് കേട്ടോ. അവരെ പാടിയാലും ആര് പാടിയാലും ഞാൻ ആദ്യം വരാറുണ്ട്. എനിക്ക് എല്ലാ പാട്ടുകളും കേട്ടതിന് ശേഷമേ എൻ്റെ പ്രസംഗം പോലും നേരെ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വന്ന്, പ്രത്യേകിച്ച് ഇവരുടെ പാട്ടെന്നൊക്കെ പറഞ്ഞവരൊക്കെ സംഗീതം പഠിച്ച ആളുകളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്.
ഞാൻ സമയത്ത് തന്നെ കൃത്യമായിട്ട് ചവിട്ടിപ്പിടിച്ച് തീർന്നാലും തീർന്നില്ലെങ്കിലും തീർക്കാവുന്ന സംവിധാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് 9 മണിക്ക് നമ്മൾ പ്രസംഗത്തിന് കുത്തിടും. അതിനുശേഷം എന്തു ചെയ്യും? അവരും നമ്മളൊക്കെ ചേർന്നൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് പ്രത്യാശയോടെ മടങ്ങിപ്പോകും. നാളെ സഭായോഗമാണല്ലോ. ഇന്ന് വൈകിയത് കൊണ്ടാണ് നാളെ വൈകി വന്നത് എന്നും പറയാൻ കാരണമാകരുത്. ഞാനിവിടെ നിന്ന് അങ്കമാലിക്ക് പോകണം. ഞങ്ങളുടെ ആരാധനയും 8-8:30 തുടങ്ങും. അതിൽ സംബന്ധിക്കണം. അതുകൊണ്ട് എനിക്കും എൻ്റെ പോക്കിനെ സംബന്ധിച്ചിട്ടൊന്നുമല്ല, സമയക്ലിപ്തതയിൽ അത് നിർത്തും. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എന്താണ് ഈ നാളും നാഴികയും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സംഭവിക്കാൻ പോവുകയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്നാണ് ഈ പറഞ്ഞത്. നാളും നാഴികയും എന്ന് പറയുമ്പോൾ കുറച്ച് വിശദീകരണം കുറിച്ചിട്ട് ഒരു ഉദാഹരണത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നാളെന്താണ് നാഴിക എന്താണെന്ന്. സ്വന്തം ജന്മദിനം അറിയാവുന്നവർ ഒന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത്. ജന്മദിനം അറിയാവുന്നവർ കുറച്ച് പേർക്കറിയാം, കുറച്ച് പേർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ജനിച്ചോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും കൈ ഉയർത്തിയവരെക്കാൾ കൈ ഉയർത്താത്തവരെയാണ് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുന്നത്. എന്താണെന്നറിയാമോ? അവർക്ക് ജന്മദിനമൊന്നും അറിയത്തില്ലെങ്കിലും ഇന്ന് യോഗം നടക്കുന്ന തീയതി അറിഞ്ഞ് ഇവിടെ വന്നല്ലോ, അതുകൊണ്ടാണ് അവർക്കൊരു സ്വത്രം പറയുന്നത്. അപ്പോൾ ഇനി കൈ ഉയർത്തിയവരോടാണ് രണ്ടാമത് ചോദിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ മാസവും ഡേറ്റൊക്കെ അറിയാമായിരിക്കും. ദിവസം അറിയാവുന്നൊരു കൈവക്കിക്ക്. ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഒത്തിരി പേരില്ല കേട്ടോ, കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ചോദ്യം മുന്നോട്ട് പോകുമ്പോൾ ഒരു കരം ഉയരാൻ സാധ്യതയില്ല. അടുത്തത് ആ മണിക്കൂർ അറിയാവുന്നൊരു കൈവക്കിക്ക്. മണിക്കൂർ അറിയാവുന്നവർ തൻ്റെ അമ്മച്ചിക്ക് കൈവെക്കുന്നുണ്ട്. ശരി, പിള്ളേരെ കൈവെക്കുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല, അവർ ചുമ്മാ കൈവെക്കും. ഇനി നാഴിക അറിയാവുന്നൊരു കൈവക്കിക്ക്. നാഴിക അമ്മച്ചിയും പിടിവിട്ടു. അമ്മച്ചിയും പിടിവിട്ടു. ഞാനങ്ങനെ അമ്മച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അമ്മച്ചി എൻ്റെ കൂടെ വരുമെന്നറിയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പിറകിൽ ഞാൻ നോക്കിയിട്ടില്ല. നാഴിക ആർക്കും അറിയത്തില്ല. അപ്പം പിന്നെ ഇനി വിനാഴിക ചോദിക്കണോ? ചോദിക്കണ്ട. അപ്പം എൻ്റെ അർത്ഥം മനസ്സിലായോ? എല്ലാവർക്കും നാളറിയാം. ഇപ്പം എൻ്റെ നാളെ ചോദിച്ചാൽ നമ്മൾ 26/5/1967 ഞാൻ കൃത്യമായിട്ട് പറയും. ദിവസവും വർഷമൊക്കെ അറിയാം, പക്ഷേ എന്തറിയില്ല? ആ നാഴിക, ആ പ്രത്യേകമായ സമയം അറിയത്തില്ല. ഞാൻ എൻ്റെ ഈ പ്രസംഗ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മ ജീവനോടെയുണ്ട്. ഇപ്പോൾ സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്നെങ്കിലും അത്യാവശ്യം ബോധവും വർത്താനമൊക്കെ പറയുന്നുണ്ട്. നല്ല കാലത്ത് ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ എപ്പോഴാണ് ഉണ്ടായത്, ഈ നാഴിയൊക്കെ പറയുമെന്നറിയാൻ. അമ്മ ഒരു മിനിറ്റ് ആലോചിച്ച് പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്തെ ഇല്ലി പൂത്തപ്പോഴാണ് നീ ഉണ്ടായെന്ന് പറഞ്ഞു. അന്നോടുകൂടെ ഞാൻ ചോദ്യം നിർത്തിവെച്ചു. അല്ലെങ്കിൽ ഞാൻ മടുത്തതാണ്. ഒരിക്കൽ ഞാൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, യേശു 2000 വരും. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഭിത്തിയിലുള്ള യേശുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് 2000 വരും. 2000 വന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, വന്നില്ലല്ലോ, ചിലപ്പം വരത്തില്ലെന്ന് ആ കൈവക്കലെ കണ്ടറിയത്തില്ലേ? കാരണം ഈ തള്ളവിരൽ അല്പം മുകളിലോട്ട് പൊന്തി നിൽക്കുന്നത് കൊണ്ട് 2.25 2.5 വരെ പോകാമെന്ന് പറഞ്ഞ് ആൾ ഊരിപ്പോയി. അപ്പം ഞാൻ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പനോട് ചോദിച്ചും മടുത്തിട്ടുണ്ട്. അപ്പൻ രക്ഷിക്കപ്പെടാത്ത സമയത്തൊക്കെ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ബീഡി വലിച്ച് തള്ളണോ? അപ്പൻ പറഞ്ഞു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി എന്ന് വാക്യമുള്ളത് കൊണ്ട് ഒന്നും വലിക്കാൻ യാതൊരു കുഴപ്പമില്ലെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവരിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ അധികം ചോദിക്കാറില്ല. അവരെല്ലാം പിന്നെ രക്ഷിക്കപ്പെട്ടു. അപ്പം നാളെ നാഴിക മനസ്സിലായോ? ആ കാലഘട്ടം പറയാമെങ്കിലും ആ പ്രത്യേക സമയം പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് വളരെ ക്ലിയറാണ്. കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആകാശം ചുവന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല തെളിവുണ്ടാകും, മഴയുണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയാത്തത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ നാളും നാഴികയും ആരറിയുന്നില്ല, പുത്രൻ പോലും അറിയുന്നില്ലെന്ന് തന്നെ മാനുഷിക ഭാവത്തിലും ദൈവം മാത്രം അറിയുന്നു എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ശ്ലീഹാ പറഞ്ഞൊരു വാക്യമുണ്ട്, സമയങ്ങളെയോ കാലങ്ങളെയോ കുറിച്ച്. വാക്ക് പദം ശ്രദ്ധിച്ചു നിങ്ങൾ. സമയങ്ങളെയോ കാലങ്ങളെയോ, രണ്ടും രണ്ടാണ്. അതിനെക്കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവതരിപ്പിക്കുന്ന കാര്യം യേശുവിൻ്റെ വരവ് ഏതെങ്കിലും കാലഘട്ടത്തിൽ നടക്കട്ടെ എന്നുള്ളതല്ല, മറിച്ച് ഈ വക്കം രാജേഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിലൊന്നിൽ, അതാ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ
ഒരുപക്ഷെ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകളാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് നാളും നാഴികയിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഈ ട്രിവാൻഡ്രം ഭാഗത്ത് ഇവിടെ നാളും നാഴിക ഒരുങ്ങി ഇരിപ്പിനെന്നാണല്ലേ, ഒരുങ്ങി ഇരിപ്പീൻ, അതിനകത്ത് മിസ്റ്റേക്കൊന്നുമില്ല. എന്നാൽ നമ്മുടെ മലയാള ഭാഷയിൽ ഒരു പദപ്രയോഗം ഞാൻ പരിഷ്കരിച്ച് പറയുകയാണ്, ബൈബിളിനെ തിരുത്തുകയല്ല, നമ്മുടെ നാടൻ പദപ്രയോഗത്തിലൂടെ. ഒരുങ്ങി ഇരിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നതിനെ കുറിച്ചാണെങ്കിലും ഈ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോരുന്ന ട്രെയിനാണ് പോരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ആകെപ്പാടെ ഇവിടെ 11:10 ട്രെയിനുണ്ട്. എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല. അപ്പം ഞങ്ങൾ പ്രസംഗരൊക്കെ തന്നെ ആ വണ്ടിക്കാണ് പോരുന്നത്. ഒരു പ്രാവശ്യം ഇപ്പോൾ അത് 12:10 ഒരു പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് ആ വണ്ടി ലേറ്റായി. ഉടനെ അനൗൺസ്മെൻറ്റ് മുടങ്ങി, വണ്ടി 2 മണിക്കൂർ ലേറ്റായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് 3 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. 11:10 വരേണ്ട വണ്ടി 12:10, 1:10, 2:10 വരത്തുള്ളൂ. 3 മണിക്കൂർ വൈകുമെന്നറിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള കാലിയായി കിടക്കുന്ന കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആളുകൾ കയറി കിടന്നുറങ്ങാൻ തുടങ്ങി. കുറച്ച് പേര് അവിടെ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് ഉറക്കം പിടിച്ചു. ഞാനങ്ങനെ ഉറങ്ങാതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പിടിച്ചു നിൽക്കുകയാണ്. ഏതായാലും ഒരു 2:45 കഴിഞ്ഞപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു അനൗൺസ്മെൻറ്റ് മുടങ്ങി. 1:61:27 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ഈ അനൗൺസ്മെൻറ്റ് കേട്ട ശേഷം ഞാൻ ഈ ജനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പം എല്ലാവരും ചാടി എഴുന്നേറ്റു. ഇനി അടുത്തുള്ള ബന്ധുക്കളൊക്കെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി കിടന്ന് ഉറങ്ങുക, എഞ്ചിൻ അടിച്ചു കൊണ്ടുപോയ കമ്പാർട്ട്മെൻറ്റിലൊക്കെ. അവിടെ ചെന്ന് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മയങ്ങി കിടക്കുന്ന കുട്ടികളെ തലയ്ക്കൊക്കെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. അവർക്കത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുമ്പം കിഴുക്കിയാണ് അവർ എഴുന്നേൽപ്പിക്കുന്നത്. പ്ലാറ്റ്ഫോം 3 എന്ന് പെട്ടെന്ന് അവർ നോക്കുന്നു. ഫ്രം എൻജിൻ S9 എവിടെയാണെന്ന് ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. ആകപ്പാടെ എനിക്കൊരു കാര്യം മനസ്സിലായി, അനൗൺസ്മെൻറ്റ് കൃത്യമായി കേൾക്കാത്തത് കൊണ്ടാണ് ആളുകൾ മയക്കം പിടിച്ചിരിക്കുന്നത്. 35ാമത്തെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ഇന്ന് മറ്റൊരു അനൗൺസ്മെൻറ്റ് ഇവിടെ മുഴങ്ങുകയാണ്. മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാൻ പോവുകയാണ്. കാലങ്ങളായി മയങ്ങിക്കിടക്കുന്ന പെന്തക്കോസ്തിലെ ദൈവമക്കളെ, കാലങ്ങളായി ഉറക്കം നടിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്യുക. നിൽക്കുന്ന പ്ലാറ്റ്ഫോം റെഡിയാണോ എന്ന് നോക്കുക. എല്ലാറ്റിലുപരിയായി പ്രത്യാശയോടെ പാട്ടും പാടി കാത്തിരിക്കുക. നിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ യേശു വരാറായി. അതുകൊണ്ട് ഒരുങ്ങി ഇരിക്കുക എന്ന ബോഡി ലാംഗ്വേജിനേക്കാൾ നല്ലത് ഒരുങ്ങി നിൽക്കുകയായിരിക്കും നല്ലത്. ഇന്ന് രാത്രിയിൽ യോഗം തീരുമ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ച് ഒരുങ്ങി നിന്ന് പറന്നു പോകാൻ കഴിയുന്ന മാനസികാവസ്ഥയോടെ പിരിഞ്ഞു പോകാൻ ഈ രാത്രിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് അന്ത്യകാലം അല്ല, മറിച്ച് അന്ത്യ നാഴികയാണ് എന്നുള്ളതിൻ്റെ 2 തെളിവുകളുടെ മുമ്പിൽ ഹാജരാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. 2ാമത്തെ തെളിവെന്ന് പറയുന്നത്, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. 2ാമത്തേത്, തലമുറകളിൽ 7ാമത്തെ തലമുറയാണിത്. അതുകൊണ്ട് അന്ത്യനാഴികയാണ്. വചനത്തിലേക്ക് വരാം. വളരെ സിമ്പിളാണ്, എന്നാൽ ഒരു കണക്ക് പോലെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാലേ പിടികിട്ടത്തുള്ളൂ. കണക്കിന് കൈയക്ഷരം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. 4, 3, 7 വളച്ചെഴുതിയാലും ചരിച്ചെഴുതിയാലും 100ൽ 100 മാർക്ക് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, കാര്യം പെട്ടെന്ന് പിടികിട്ടും. ചിന്തിക്കാൻ പോകുന്നത്, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. എന്താണ് ഈ 7ാം ദിവസം എന്ന് പറയുന്നത്? ഇന്ന് ഏത് ദിവസമാണ്? നിങ്ങൾ ചിന്തിക്കും, ഇതും 7ാം ദിവസമാണല്ലോ, ശനിയാഴ്ചയാണല്ലോ. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്.
നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. എടുക്കുമൊന്നും വേണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ അടങ്ങാതെ നിന്നേച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. വാക്യം വായിക്കാൻ ആളുകളുണ്ടല്ലോ, അവർ വായിച്ചോളും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറക്കത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തുറക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമ്മൾ 7 ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. 7 ദിവസത്തിൽ 7ാമത്തെ ദിവസം വരുന്ന ഉൽപ്പത്തി 2-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അനന്തരം ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തരായിരുന്നു. 7ാം ദിവസത്തെ അവൻ ശുദ്ധീകരിച്ചു. അതാണ് സ്വസ്ഥത, അതാണ് ശബ്ബത്ത്, അതാണ് വിശ്രാമം. പഴയമത്തിൽ 4 വിധമായ ശബ്ബത്തുണ്ട്. അതൊക്കെ നിവർത്തിച്ച കാര്യം പിറകെ സമയം പോലെ ഞാൻ കുറിച്ചുകൊള്ളാം. ഇപ്പോൾ പറയുന്ന 7 ദിവസത്തെക്കുറിച്ചാണ്. അതിൽ 7ാം ദിവസം സ്വസ്ഥതയാണെന്ന് മനസ്സിലായി. 6ാം ദിവസം എന്തുവാ? 6ാം ദിവസം എന്തോ ഉണ്ടാക്കിയത്? മനുഷ്യനെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കി. നല്ല സംഖ്യയാണ് 6 അല്ലേ. 6 എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമ്മളെല്ലാം എവിടെ നിന്നാണ് വന്നത്? മേളിൽ നിന്നാണ് വന്നത്. ഇങ്ങനെ വന്നത്. വരുന്ന വരവ് കണ്ടോ? നേരെ ലംബമായിട്ടല്ല വരുന്നത്, ഇങ്ങനെ ആർച്ച് പോലെ അടങ്ങി ഒതുങ്ങി 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക 285 ദിവസം അമ്മയുടെ ഉദരത്തിൽ സമാധാനമായിട്ടൊരു പ്രശ്നമില്ലാതെ ഇരുന്ന ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന ഷെൽട്ടറാണ് അമ്മയുടെ ഗർഭപാത്രം. 3 സ്ഥലങ്ങളാണ് ഷെൽട്ടർ. 1 പള്ളി, 2 അമ്മയുടെ ഗർഭപാത്രം, 3 നമ്മൾ അവനവൻ്റെ വീട്. ഈ 3 കാര്യങ്ങളാണ് സ്വന്തം ഒരു ഷെൽട്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ 100%. അതൊക്കെ പോകട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. സമാധാനമായിട്ട് എല്ലാവരും നല്ല പിള്ളേരായിട്ടാട്ടോ ജനിച്ചത്. അങ്ങനെ അടക്കം ഒതുക്കമുള്ളതോട് വന്നത്. ജനിച്ചു കഴിഞ്ഞ് പിന്നെ അടക്കം ഒതുക്കൊക്കെ പോയതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ആ ഇരിപ്പ് കണ്ടാൽ ഈ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ സിറ്റിയിലൊക്കെ ചെല്ലും, നമ്മളെ കാണുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ അകത്തോട്ട് വലിഞ്ഞ് നാണം കെട്ട് നിൽക്കുകയാണെങ്കിലും എന്ത് അച്ചടക്കമായിട്ട് അവർ നിൽക്കുന്നത്. യാതൊരു കുഴപ്പമില്ലാതെ ബിവറേജ് കോർപ്പറേഷൻ എന്തോ അച്ചടക്കാന്നറിയാമോ? ആ നിപ്പ് കണ്ടപ്പോൾ ഒരാളൊരു അടിക്കുറിപ്പ് എഴുതി, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. വളരെ ശരിയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട്, കള്ളു കുടിച്ചാൽ കാര്യങ്ങൾ തലകീഴായി മറിയുമെന്ന്. അത് ഒരു സത്യമാണ്. കുടിക്കുന്നതിന് മുൻപ് തോർത്തുമുണ്ട് തലയിലായിരിക്കും, ഉടുമുണ്ട് താഴെ കാണും. കുടിച്ചു കഴിയുമ്പം ഉടുമുണ്ട് തലയിൽ കാണും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തോർത്തുമുണ്ട് താഴെ കാണും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അതും കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു കീഴ്മേൽ മറിയുകയാണെന്നാണ് സാധാരണ ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടക്കത്തോടുകൂടി നമ്മൾ ജനിച്ചു വീണു. ഇങ്ങനെ ജനിച്ചു വീണു. എവിടെ തന്നെ ചെന്ന് പെടണം? അങ്ങോട്ട് തന്നെ പോകണം. അങ്ങോട്ട് പോകാൻ ഒത്തില്ല. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. നേരെ പകുതി വഴി എത്തിയപ്പോഴേക്കും മേലോട്ട് പോകേണ്ടതിന് പകരം അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന് മേലോട്ട് പോകേണ്ടതിന് പകരം ഗതി മാറി ദിശ മാറി ഒഴുകുന്ന പുഴ പോലെ ഒടിഞ്ഞ് വളഞ്ഞു കുത്തി നിൽക്കുന്ന ചിത്രമാണ് ഈ 6 എന്ന് പറയുന്നത്. ആ വളവ് നിവർത്താനാണ് തൊട്ടടുത്ത സംഖ്യ 7-ൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന് ദൈവശാസ്ത്രത്തിൽ ചില ആളുകൾ പറയാറുണ്ട്. എന്തെങ്കിലും ആകട്ടെ, 7 പൂർണ്ണതയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 6 മനുഷ്യനെ കാണിക്കുന്നു. അപ്പോൾ 6 മനുഷ്യനെ കാണിക്കുന്നു പറഞ്ഞത് കാരണം 666 3 6 ചേരുമ്പോൾ എന്തായി? 666. അത് ആരുടെ സംഖ്യ? മൃഗത്തിൻ്റെ സംഖ്യ 666. വെളിപ്പാട് ദിവസത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഈയിടെ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു മാസിക വായിച്ചപ്പം ഒരാൾ മാസികയിൽ എഴുതി വച്ചിരിക്കുക, ഈ 666 കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 6 സംഖ്യ മനുഷ്യൻ്റെ സംഖ്യ ആകുമ്പം 666 പറയുകയാണ്. അന്തിക്രിസ്തു വരുന്നത്. അന്തിക്രിസ്തു എന്ന പദം നമുക്ക് മലയാള ബൈബിളിൽ ഇല്ല. ആൻറ്റി ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് മലയാളത്തിലേക്ക് എടുത്താൽ എതിർ ക്രിസ്തു എന്നാണ്. 5 പ്രാവശ്യമുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിലാണ്. അപ്പം അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, എതിർ ക്രിസ്തു അന്തിക്രിസ്തു വരുന്നത് മൂന്നാറിൽ നിന്നാണ്. നിങ്ങൾ പേടിക്കണം, മൂന്നാറിൽ നിന്നാണ്. കാരണം എന്നറിയാമോ? 3 6 ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. എൻ്റെ ദൈവമേ, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ 3 6 ചേരുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മൂവാറ്റുപുഴ. അത് പുള്ളി കണ്ടിട്ടുമില്ല. 6 മാത്രം സമാധാനത്തോടെ പോകുന്ന 3 പുള്ളി കണ്ടുപിടിക്കുകയും അപ്പോൾ അവിടെ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നതെന്ന് പുള്ളി പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പണ്ടാരൊക്കെയോ കട്ടപ്പനയിൽ യെരൂശലേം ദേവാലയം പണിതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് സംഭാവന കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ യെരൂശലേം ദേവാലയം കട്ടപ്പന പണിയുമ്പം കട്ടപ്പന യെരൂശലേമല്ല എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ആളുകൾക്ക് വേണ്ടേ? അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ക്രിസ്തു എവിടെയാണ് എടുക്കപ്പെട്ടത്? മേഘങ്ങളിൽ. പോയതുപോലെ വരുമെന്ന വചനം. അതുകൊണ്ട് എവിടെ എടുക്കപ്പെട്ടുവോ അവിടെ തന്നെയാണ് വരുന്നത്. ആകാശം
ആകാശമേഘങ്ങളിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ പ്രത്യാശയ്ക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാമത്തെ ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ചുമ്മായിരുന്നു. അപ്പം പണ്ടൊക്കെ ഞാൻ പെരുമ്പാവൂർ വേങ്ങൂറുകാരനാണ്. IPCയിലുള്ള ഒരു പാസ്റ്റർ, പ്രായമുള്ള ഉപദേശിയാണ്. ഉപദേശിയുടെ പുറകെ നടന്നാണ് ഞങ്ങൾ ഈ ഉപദേശി പണിയൊക്കെ പഠിച്ചത്. ഞാനതിനെക്കുറിച്ച് എപ്പോഴും വളരെ ആത്മാഭിമാനത്തോടെ പറയാറുണ്ട്. ഞാനും ഒരു ബൈബിൾ കോളേജ് നടത്തുന്നു. ഈ പറഞ്ഞ പോലെ 160 പേര് പഠിച്ചു, 130 ഗ്രാജുവേറ്റ് ചെയ്തു. ഇപ്പം 140 പേരുടെ അഡ്മിഷൻ ആരംഭിച്ചു. ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയട്ടെ, ഈ BTHും BDയും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും തീപ്പെട്ടി ഇല്ലെങ്കിൽ എന്താ കാര്യം? അപ്പം അതുകൊണ്ട് BDയേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ഉപദേശിമാരുടെ പുറകെ നടന്ന് വേണം ഉപദേശിപ്പണി പഠിക്കാൻ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അഭിപ്രായമൊന്നും ഈ കാലത്ത് ചിലവാകില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാം. അപ്പം ഞാനങ്ങനെ ഒരു ഉപദേശിയുടെ പുറകെ നടന്ന ഉപദേശിപ്പണി പഠിച്ചത്. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അവരിൽ നല്ല ഒന്നാം തരം മറുപടിയുണ്ട്. മറുപടിയേക്കാൾ സുന്ദരമായ നല്ല നമ്മുടെ പാട്ടിലുള്ള കിടുക്കാച്ചി ഉദാഹരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് പെട്ടെന്ന് അവർ പറയും. അപ്പം ഞാനൊരിക്കൽ എൻ്റെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ 6-ാമത്തെ ദിവസം മനുഷ്യനെ ഉണ്ടാക്കി വെച്ചും പിന്നെ 7-ാം ദിവസം ദൈവം ഒന്നും ഉണ്ടാക്കാതെ എന്താ വിശ്രമിച്ചത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മതിയായി. എന്തോന്ന്? 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയതോടുകൂടെ ദൈവത്തിന് മതിയായി, ഇനി മേലാൽ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കുറച്ച് പറഞ്ഞു, ജോയിസോര അതൊന്നുമല്ല കാര്യം കേട്ടോ, വേറൊരു കാര്യമാണ്. ചോദിച്ചു, എന്താ കാര്യം? എന്താ ജോയിസോര? ഈ മനുഷ്യൻ, ആളുകൾ പറയത്തില്ലയോ, സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാൻ ഉള്ള കഴിവ്, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊന്നും മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. സംഗതി സത്യമാണ്. അതുകൊണ്ട് ദൈവം എന്തുകൊണ്ട് 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചില്ല? ഒരു പ്രയോറിറ്റി കൊടുത്ത്, മുൻഗണന കൊടുത്ത്, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. തിയോളജിയിൽ 5 അർത്ഥമാണതിന്. അപ്പോൾ ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കണ്ടേ? അത് കഴിഞ്ഞല്ലേ മറ്റുള്ളതൊക്കെ സൃഷ്ടിക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ വാസ്റ്റർ പറയണം, അതൊന്നുമല്ല സോര, ശരി. മനുഷ്യൻ ഈ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാ മനുഷ്യൻ. കണ്ടമാനം പൊങ്ങച്ചം പറയും. പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പഴയ ഭാഷയാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുട്ടു തിന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? തള്ള് എന്നാണ് പറയുന്നത്. തള്ള്. ചിലപ്പോൾ ഈ ചിലരൊക്കെ പറയും തള്ളാം, പക്ഷെ തള്ളി മറിച്ചിടരുത് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ ഈ പൊങ്ങച്ചത്തിന് PhD എടുത്തവരാ. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ഓഡിറ്റോറിയം പ്രസംഗിക്കാൻ ചെല്ലുന്നു. ചുമ്മാ അവിടുത്തെ ബോർഡൊക്കെ വായിച്ചെങ്കിൽ ഞാൻ നേരത്തെ ചെല്ലുമല്ലോ. ഞാൻ പ്രസംഗത്തിന് 1 മണിക്കൂർ മുമ്പേ ചെല്ലും. എൻ്റെ ഒരു ശീലം അതാണ്. ആളുകൾ എന്നെ വിളിച്ച് എവിടെ എത്തി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ എത്തി എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ഞാൻ 1 മണിക്കൂർ മുമ്പേ ചെല്ലും. അപ്പോൾ ഞാൻ ബോർഡൊക്കെ വായിച്ചുമ്പോൾ എഴുതിയിരിക്കുന്നു സീറ്റിംഗ് കപ്പാസിറ്റി 368. 368 പേർക്ക് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാം. ഏതാണ്ട് ഒരു 10, 200, 225 പേര് യോഗത്തിന് വന്നിരുന്നു. യോഗമെല്ലാം കഴിഞ്ഞു. പിറ്റത്തെ മാസത്തെ അവരുടെ മാസികയിൽ ആ കൺവെൻഷൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പം ചിരി അടക്കാനൊത്തില്ല. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഞാനൊക്കെ പ്രസംഗിച്ചു, ആയിരക്കണക്കിന് ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു. എനിക്കറിയാം 225 ഉള്ളെന്ന്. ഞാൻ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സംഖ്യ കണ്ടല്ലോ, ഇരിക്കട്ടെ പാസേ, അടുത്ത യോഗത്തിലെങ്കിലും ആൾ വരട്ടെന്ന്. ഇപ്പം കർത്താവിൻ്റെ മഹത്വം കൂടാൻ വേണ്ടി തള്ളു കണ്ടു എന്നുള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാസ പറയാണ്, ജോലി സഹോദര, 1-ാം ദിവസം എങ്ങാനും ആദാമിനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോകാം. ഞാൻ പറഞ്ഞു, അതന്നെ 1-ാം ദിവസം ആദാമിനെ സൃഷ്ടിച്ചാൽ ആദാം പറഞ്ഞുകൊണ്ട് നടക്കും, 1-ാം ദിവസം ദൈവം എന്നെ സൃഷ്ടിച്ചു. കറക്റ്റ്. 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്നതെല്ലാം ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയെന്ന്. ഈ ഗതികേട് ദൈവത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് അവനെ ഉണ്ടാക്കിയത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നമ്മൾ 1000 വട്ടം പാപം ചെയ്താലും, ചെയ്യണമെന്നല്ല പറഞ്ഞത്, ചെയ്താലും അതെല്ലാം ദൈവം ക്ഷമിക്കും. പക്ഷേ നോ കോംപ്രമൈസ്. തൻ്റെ സ്തുതിയും തൻ്റെ മഹത്വവും അവൻ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവശാസ്ത്രപരമായി മനോഹരമായ മറ്റൊരർത്ഥം പറയാം. 6-ാം ദിവസം ആദാം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോലെയല്ല. നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, അതിന് ദൃഷ്ടി ആദ്യം പതിപ്പിക്കാൻ നോക്കുന്നു, കമിഴ്ന്ന് വീഴുന്നു, മുട്ടുകുത്തി നിൽക്കുന്നു, മുല്ലപ്പൂവുള്ള പല്ല് വരുന്നു, പാല് കൊടുക്കുന്നു, കുറേ കഴിയുമ്പോൾ നമ്മൾ ചവച്ചരയ്ക്കാനുള്ള സാധനം കൊടുക്കുന്നു, കൈ വളരുന്നു,
കാല് വളരുന്നു. അങ്ങനെ മുമ്പേ വന്നവൻ മുമ്പേ ആദ്യം വരുന്ന പല്ലാണല്ലോ, ആ പല്ല് വരെ നമ്മൾ നോക്കുന്നു. അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ആദാം അങ്ങനല്ല ജനിച്ചത്. ആദാം ജനിക്കുമ്പോൾ നമ്മളെപ്പോലെ അരോഗ ദൃഢ ഗാത്രനായ, ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പം മുട്ടുവരെ കുനിയാതെ കയ്യെത്തുന്നൊരു മനുഷ്യൻ്റെ പേരാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമാട്ടെ അങ്ങനെ ആരോഗ്യമുള്ള ആളായിട്ടാണ് ആദാം ജനിക്കുന്നത്, അല്ലാണ്ട് നമ്മളെപ്പോലെ കൊച്ചായിട്ടല്ല. അപ്പം ആദാം നമ്മളെപ്പോലെ നല്ല പ്രായമുള്ള ഒരു യൗവനക്കാരനെ പോലെ ജനിക്കുകയാണെങ്കിൽ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ കണക്കുണ്ടാവുമോ? ദൈവത്തോട് നമ്മുടെ പിള്ളേർ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വല്ല ഉത്തരം അറിയാമോ? അപ്പം അദ്ദേഹം ചോദ്യം എന്തായിരിക്കും? മിനിമം നമുക്ക് ചിന്തിക്കാം. എനിക്ക് തിന്നാനെവിടെ, കുടിക്കാനെവിടെ, ജീവിക്കാനെവിടെ, ജീവിതം പങ്കിടാനെവിടെ? ആടും കഴുതയും ഇങ്ങനെ ഈ പോത്തിനൊക്കെ പേരിട്ട് നടന്നേച്ചാൽ മതിയോ? എനിക്ക് ജീവിക്കാൻ സംഭവം വേണം. അപ്പം എന്നെ സൃഷ്ടിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ ചിന്തിക്കാൻ എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ തീരുമാനമെടുക്കും. നമ്മുടെ പിള്ളേർ നമ്മൾ ചോദിക്കുന്നില്ലേ, അവർക്കുടെ ആവശ്യങ്ങൾ നടപ്പാക്കാതെ വരുമ്പം അവരെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ലേ? അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദാമേ, താങ്കൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ തിന്നാനും കുടിക്കാനും ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ള എല്ലാ സംഭവങ്ങളും ദൈവം നമ്പരാൻ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് വെച്ചിട്ട് വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ, സീല് പോലും പൊട്ടിക്കാതെ സ്പെഷ്യൽ പാക്കേജായി താങ്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് താങ്കൾക്ക് ഈ ഭൂമിയിൽ ജന്മം തന്നത്. ഇന്ന് രാത്രിയിൽ കൊച്ചറ ദേശനിവാസികളോട്, ഈ സെന്ററിലുള്ള ദൈവമക്കളോട്, മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയട്ടെ, താങ്കൾ ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെ ജനിക്കണമെന്നും ഏത് സ്കൂളിൽ നിങ്ങൾ പഠിക്കണമെന്നും ഏത് മാതാപിതാക്കൾക്ക് മക്കളായി ജനിക്കണമെന്നും ഏതൊക്കെ വിദേശ രാജ്യത്ത് പഠിക്കണമെന്നും ഏതൊക്കെ കോളേജിൽ പഠിക്കണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായി ഇരിക്കണമെന്നും ഏതെല്ലാം അറ്റത്തേക്ക് നിങ്ങൾ പോകുമെന്നും ഒടുവിൽ എവിടെ മരിച്ചടക്കപ്പെടണമെന്നും ദൈവത്തിന്റെ കാലഗതികളിൽ കൃത്യമായി തീരുമാനിച്ചു വെച്ചിട്ടാണ് ഇവിടെ ഒരു ജന്മം തന്നത് എന്ന് പറയുമ്പോൾ ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. കരുതുന്ന ദൈവത്തെ ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നാറുള്ളത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പേരുടെയും കല്യാണം കഴിച്ച് 2 പേരും ഭാഷന്മാരാണ്. 2 പേരും സുവിശേഷ വേലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതലും ഇന്ന് വരെ കാണിച്ചു കൊടുത്തിട്ടില്ല. നിന്നെ കെട്ടിക്കാൻ ഇത്ര കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് പഠിക്കാൻ ഇത്ര കാശ് എൻ്റെ കയ്യിലുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. കണക്ക് ചോദിക്കുവാൻ കഴിയുന്ന ബന്ധമല്ല അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരുപക്ഷെ കണക്ക് പറയുമെങ്കിലും അത് തിരിച്ച് ആവശ്യപ്പെടാറില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി അവൻ സകലവും കരുതുമെന്ന് പറയുമ്പോൾ ഒരു കണക്കും പറയാതെ കരുതാൻ, കൃത്യസമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെന്തക്കോസിന്റെ ആരംഭം എങ്ങനെയാണെന്നറിയാമോ? പെന്തക്കോസിന്റെ ആരംഭം 35 കൊല്ലമായല്ലോ. അപ്പോൾ ഒരു 10 വർഷം കൂടെ എനിക്കല്പം പഴക്കമുണ്ട്. 35 വർഷമായി സെൻറ്റർ ഇവിടെ കൺവെൻഷൻ നടത്തുകയാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ രക്ഷിക്കപ്പെട്ട് വരുമ്പോഴുണ്ടല്ലോ, എന്നാ ചർച്ച, എന്നാ സംഭവമാ. ഇപ്പം ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഇതൊരു ചർച്ചൻ്റെ ഷട്ടറൊക്കെ അടിച്ചാൽ ഒന്നാന്തര സ്ഥലമായിട്ട് തോന്നുക. ഞാനൊക്കെ പണ്ട് രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് ചെല്ലുമ്പോൾ സഭയുടെ കാര്യം പറയാതിരിക്കുക വേദം എന്ന് പറഞ്ഞാൽ ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. നമ്മുടെ ഒരു 2 സെൻറ്റിനകത്ത് 4 തെറ്റ് കെട്ടിപ്പൊക്കി കൈകൾ കൊണ്ട് മെഴുകിയെടുത്ത ചാണകത്തറയും കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും ഒരു വശം പൊട്ടിയത് അമ്പേറും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഭിത്തി പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള തുറസായ സ്ഥലങ്ങളിൽ ആളുകൾ കൂക്കി വിളിച്ചു പോയി കളിയാക്കിക്കൊണ്ട് പോകുമ്പോഴും അന്ന് ആരാധിച്ച ആ ആരാധനയുണ്ടല്ലോ, അന്നത്തെ ആ അന്യഭാഷയും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിപ്പുമുണ്ടല്ലോ, AC റൂമിനകത്തിരുന്നാൽ പോലും ഇന്നത് ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്ന മനസ്സിലാക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഇനി ശവക്കോട്ട എൻ്റെ പൊന്നച്ച, ഈ പെന്തിക്കോസുകാരുടെ ശവക്കോട്ട കണ്ടാൽ ചാകാനും തോന്നൂല. ഏതേലും പട്ടിക്കാട്ടിലായിരിക്കും. ആള് മരിച്ച് നമ്മളെ വലയൊക്കെ കയറി അവിടെ ചെന്ന് കാടൊക്കെ വെട്ടിക്കളഞ്ഞ് കൊതുകടിക്കുന്നത് കണ്ടാലറിയാം ഇന്നലെ ആൾ വിട്ട് തെളിച്ചെന്ന്. അപ്പം ഞാൻ പറയും, ശവക്കോട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെക്കണം, പറ്റുമെങ്കിൽ നല്ല പൂവൊക്കെ വെച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ ശവക്കോട്ട കണ്ടാൽ ശവക്കോട്ട കണ്ടാൽ
ചാകാൻ തോന്നണമെന്നാണ് ഞാൻ തമാശ രൂപത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടില്ല. അന്നൊക്കെ ശവക്കോട്ടയുണ്ടോ പ്രിയപ്പെട്ടവർ? എനിക്കറിയാമല്ലോ ശവക്കോട്ടയുണ്ടെന്ന്. ദീർഘമായ വർഷങ്ങൾ ശുശ്രൂഷിച്ച് ഒരാൾ മരിക്കുമ്പോഴാണ് ശവക്കോട്ടയുടെ കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നത്. സ്വന്തം മകൻ മരിച്ചിട്ട് സ്വന്തം പറമ്പിൽ മണ്ണില്ലാത്തത് കൊണ്ട് പാറയുടെ സൈഡിൽ താമസിച്ചിരുന്ന പാസ്റ്റർ അങ്ങേ അറ്റത്തൊരു കുറച്ച് മണ്ണ് വേണമെങ്കിൽ കുഴിച്ചിടാം, പക്ഷെ മണ്ണ് തീരെയില്ല. പാതിരാത്രിയിൽ അങ്ങേ വീട്ടിൽ ചെന്ന് കടം എടുത്തുകൊണ്ട് വന്ന ചൂരക്കൊട്ടയിലെ മണ്ണ് പൊക്കിയിടത്ത് ചുറ്റും കയ്യാലെ കെട്ടി നടക്കത്തെ മണ്ണ് കോരിക്കളഞ്ഞ് അവിടെ കൊച്ചിനെ അടക്കം ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഓർത്തു വരുന്നുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, എല്ലാം കണ്ടിട്ടൊന്നുമല്ല വിശ്വാസത്തിലേക്ക് ഇറങ്ങിയത്, പക്ഷേ കരുത്തനായ ഒരുവന്റെ കരം പിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പിലാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഈ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ യേശുവിനെ നിങ്ങൾ ആകമഴിഞ്ഞ് സ്നേഹിക്കുന്നെങ്കിൽ ധൈര്യമായി കരം കൊടുക്കു കുഞ്ഞേ. അവൻ നിന്നെ കരുതുവാൻ ശക്തനായ ദൈവമാണ്. ആദാമേ, നീ ജനിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഭാര്യയെ നിന്റെ വാരിയലിൽ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പെസഹ കുഞ്ഞാടായി ഇറക്കപ്പെടുന്ന കുഞ്ഞാടെ യഹൂദ കുടുംബങ്ങളെ, മിസ്രൈമിലെ 250 യഹൂദ കുടുംബങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി 4 ദിവസം മുൻപ് ഒരു പെസഹ കുഞ്ഞാടിനെ 10-ാം തീയതിയാണ് പിടിക്കേണ്ടത്, 14-ാം തീയതി അറക്കപ്പെടേണ്ടത്. 4 ദിവസം മുൻപ് കുഞ്ഞാടിനെ കരുതാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, മോറിയ മലയിൽ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി കോലാടിന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, 15 വർഷം കഴിഞ്ഞ കോലാടിന്റെ കൊമ്പ് മാത്രമേ കാട്ടിൽ കുരുങ്ങത്തക്ക നിലവാരത്തിൽ വളരുകയുള്ളൂ. അതിനേക്കാൾ 1.5 വയസ്സ് കുറവായിരിക്കണം ഇസ്ഹാക്കിന്. അർത്ഥം, അബ്രഹാമിന്റെ കുടുംബത്തിൽ ഇസ്ഹാക്ക് ജനിക്കുന്നതിന് 1.5 വർഷം മുൻപ് ഇസ്ഹാക്കിന് വേണ്ടി കുരൽ അറക്കപ്പെടുവാനുള്ള കോലാട്ടുകൊറ്റന് അതേ കുടുംബത്തിൽ ജന്മം നൽകിയ ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കാൻ മറന്നു പോകരുത്. ഏലിയാവ് കിരീടത്തിന് ചൂടിരിക്കുമ്പോൾ ഒരു കാക്ക വന്നു. ഏത് കാക്ക? ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ശരിയാണെങ്കിൽ നൈജീരിയയിൽ നിന്നാണ് കാക്ക വരുന്നത്, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കാക്കയല്ല. നൈജീരിയയിലെ കാക്ക 3 മീറ്റർ നീളമുള്ള ചുണ്ട്, 10 കിലോ ഭാരം വഹിക്കാൻ കഴിയുന്ന ആ കാക്കയായി വരുന്നത്. എൻ്റെ പൊന്നെ, നമ്മൾ ചിന്തിക്കുന്ന അതൊക്കെ നടക്കുന്ന അരോഗതയുടെ ഗാത്രനായ ഏലിയാവിന് രാവിലെയും വൈകുന്നേരം ശാപ്പാട് കൊണ്ട് കൊടുത്താൽ പിന്നീട് വിശപ്പ് പോലും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടു കൊടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കാക്കളെ കൊണ്ട് പറ്റുമോ? അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ്. ഇത് അങ്ങനല്ലെന്ന്. ഈ 750 കൊല്ലം മുൻപാണ്, ഏകദേശം ഏലിയാവ് ജനിക്കുന്നതിന് 780 കൊല്ലം മുൻപാണ് ഈ കാക്കകളെ, പക്ഷിമൃഗാദികളെ ദൈവം സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളത്. ഏലിയാവിന് ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ, ഗൂഗിളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു കാക്ക ഇപ്പോൾ ഭൂമിയിലില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ മക്കൾ സൂചന വിലക്ക് ഞാൻ പറഞ്ഞു, മക്കളെ ഏലിയാവിന്റെ കാക്ക വരും. അവര് പറഞ്ഞു, കാക്കയെ കാണാനില്ലല്ലോ പപ്പ. ഞാൻ പറഞ്ഞു, കാക്ക വരും, പക്ഷേ നിങ്ങൾ ഏലിയാവായി മാറിയാൽ ഇന്നും കാക്ക വരാൻ സാധ്യതയുണ്ട്. 4000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി തകർക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, യഹൂദനോടുള്ള ബന്ധത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ 2000 കൊല്ലം മുൻപ് യേശുവിനെ കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് തന്നെ കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 4 ദിവസം മുൻപേ കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 1.5 വർഷം മുൻപ് കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 750 കൊല്ലം മുൻപ് കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 4000 വർഷങ്ങൾക്ക് മുമ്പേ കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ, കരുതുന്ന ദൈവത്തെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ പിടിച്ചതൊരു പുളിങ്കൊമ്പാണെന്നും ഉറപ്പുള്ള ദൈവമക്കളെ ഓർപ്പ്. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഒരു മനുഷ്യൻ്റെ ആവശ്യം ആരംഭിക്കുന്നത് എപ്പോഴാ? അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടല്ലേ ആവശ്യം ആരംഭിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആവശ്യം എന്താണ്? ഒരു ശവപ്പെട്ടിയാണ്. ശവപ്പെട്ടിക്കപ്പുറത്ത് നമുക്ക് എന്താ ആവശ്യമാണ് ഉള്ളത്? മരണശേഷം പല ആവശ്യങ്ങളും പലതും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, ധനവാൻ ലാസൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അവിടെ എന്താ വായിക്കുന്നത്? ധനവാൻ അവിടെ കിടന്നുകൊണ്ട് 7 നല്ല കാര്യങ്ങൾ ചെയ്തു. 7 നല്ല കാര്യമാണ്. മേലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ? ദാഹിച്ചു, നല്ല കാര്യമല്ലേ?
അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? ലാസറിനെ തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? പിതാവേന്നൊക്കെ വിളിച്ചു, നല്ല കാര്യമല്ലേ? പ്രാർത്ഥിച്ചു, നല്ല കാര്യമല്ലേ? ഭൂമിയിലുള്ള സഹോദരന്മാരിഞ്ഞോട്ട് കൊണ്ടുവരുന്നത് നല്ല കാര്യമല്ലേ? 6-7 നല്ല കാര്യം പുള്ളി പറഞ്ഞെങ്കിലും ഒന്നും നടപ്പിലായില്ല. എന്താ കാര്യം? ചോദിച്ചതെല്ലാം നല്ലതാണെങ്കിലും സമയം തെറ്റിപ്പോയി കുഞ്ഞേ. മേലോട്ട് നോക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ, ദാഹിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ, തിരിച്ചറിയേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ, പ്രാർത്ഥിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ. അതുകൊണ്ട് പെട്ടിക്കകത്ത് അടക്കം ചെയ്ത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് ആർക്കാണ്ട് ഏതാണ്ടൊക്കെ അടിയന്തരമായി ആവശ്യമുണ്ട് തോന്നിയാലും ഞങ്ങൾക്കതൊന്നും ഒരു അടിയന്തര ആവശ്യമായി തോന്നിയിട്ടില്ല. ആവശ്യം ആരംഭിക്കുന്നത് അമ്മിഞ്ഞ പാലിൽ, അവസാനിക്കുന്ന ഒരു ശവപ്പെട്ടിക്കകത്ത് A to Z എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പറയുകയാണ്, 15ാമത്തെ വയസ്സിൽ വേദപുസ്തകം ഇവിടെ ഇറങ്ങി തിരിച്ച ഞാൻ, ഒരു മകൻ മാത്രമുണ്ടായിരുന്ന ഞാൻ, വീടും നാടും കൂടും വിട്ട് 45 വർഷം പിന്നീട് പോലേക്ക് ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും, ദൈവം കരുതുന്ന ദൈവമാണെന്ന്. നിങ്ങൾ ദൈവത്തിനായി ഇറങ്ങിത്തിരിക്കുമെന്ന് ദൈവം കണ്ടാൽ നിങ്ങളുടെ അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ പണം വരെ എൻ്റെ ദൈവം സ്വർഗം പേയ്മെന്റ് ചെയ്യുമെന്ന് ഞാൻ പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ജില്ലാ കളക്ടറായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും കുടിച്ച മുലപ്പാലിന്റെ പണത്തിന് വില പറയാനൊന്നും ആരും വളർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞങ്ങൾ പറയുന്നു, എൻ്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയെയോ വീടുകളെയോ നിലങ്ങളെയോ നഷ്ടപ്പെടുന്നവർക്ക് 100 മടങ്ങ്. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ദൈവം നോക്കിച്ച് പറഞ്ഞു, ഇവൻ ദിവ്യ സുന്ദരനാണ്, ഇവൻ മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുമെന്ന് കണ്ടു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുമെന്നും അവൻ പാളയത്തിന് പുറത്തേക്ക് ക്രൂശ് ചുമന്നുകൊണ്ട് വരുമെന്ന് കണ്ടപ്പോൾ അവൻ കുടിച്ച മുലപ്പാലിന്റെ പണം മുതൽ അവനെ അടക്കിയ പെട്ടിയുടെ പണം വരെ ദൈവമാണ് കൊടുത്തു വിട്ടിയത്. മോശ എന്ന അത്ഭുതകരമായ പുരുഷൻ കുടിച്ച മുലപ്പാലിന്റെ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അവന്റെ അമ്മയുടെ കൈകളിലെത്തി. നെബോ പർവ്വതത്തിന്റെ മുകളിൽ, പിസ്കാ മലമുകളിൽ കൈവരിക എന്ന് പറഞ്ഞിട്ട് മടിയിൽ ഉറക്കി അവനെ യാത്രയാക്കിയെങ്കിൽ ആ പെട്ടിയുടെ പണവും ദൈവമാണ് കൊടുത്തതെന്ന് എനിക്ക് പിറകിൽ ഇരിക്കുന്ന എൻ്റെ സമകാലീന പ്രവർത്തകരെ, ആദരിക്കപ്പെടേണ്ട ദൈവദാസന്മാരെ, 4 മുറ്റവും നടുമുറ്റവും വിട്ടിട്ട് സഭാകാരന്റെ സൈഡിൽ കിടക്കുന്ന പൊത്തുപോലുള്ള പാസയിനകത്ത് ഒരു ജന്മം മുഴുവൻ തളച്ചെഴുതി വന്നിട്ടും ചിരിക്കുന്ന മുഖത്തോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന കാര്യം എന്നാണെന്നറിയാമോ? കരുതുന്ന ഒരു ദൈവത്തെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുകയാണ്, ആഴം നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഞങ്ങൾ അന്നും ഭയപ്പെട്ടിട്ടില്ല, ഇന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. സ്തോത്രം. ദൈവം കരുതുമെന്നേ സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? എനിക്ക് ഈ കർത്തദാസന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ദൈവദാസന്മാരുടെ വീടുകളിൽ ഞാൻ ചെന്ന് കിടക്കുന്നയാളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 5-6 ദിവസം കഴിഞ്ഞാൽ ചെല്ലുന്നത്. ഇപ്പോഴും ഇന്ന് ചെല്ലും, നാളെ ഗുജറാത്തിന് പോയാൽ 15 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. ദൈവദാസന്മാരുടെ വീട്ടിലാണ് കിടക്കും. നിങ്ങൾ ഈ ഇരിപ്പ് കണ്ടോ? ശരിക്കും നോക്കിക്ക്. പാടത്തെ വെള്ളക്കൊക്കെ ഇരിക്കുന്ന പോലെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് മിടുമിടുക്കന്മാരായിട്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ ശരിക്കും എന്നെ നോക്കണ്ട, ശരിക്കും നോക്ക്. നിങ്ങൾ അവരെ നോക്കാനോ അവർ നിങ്ങളെ നോക്കാനോ ഉള്ള ഇങ്ങനെ വന്നിരിക്കുന്നേ. നോക്കിക്ക്. ഇവരെ ആരെങ്കിലും കണ്ടാൽ 10 പൈസ ഇല്ലാന്ന് തോന്നുമോ? പക്ഷേ നമുക്കറിയാമല്ലോ, വലിയ വലിയ സഭകളിലെ പാസ്റ്റർമാർക്കൊക്കെ ഇച്ചിരി കാശൊക്കെ കാണുമായിരിക്കും. അല്ലാതെ ഇരിക്കുന്ന ആർക്കാണ് സ്ഥിരമായൊരു വരുമാനമുള്ളത്? എന്ത് വരുമാനം? ചെറിയ ചെറിയ സഭകൾ ഒക്കെയാണ്. എന്നാലും ആ വരവിരിപ്പം കണ്ടാൽ ജില്ലാ കളക്ടർക്കുണ്ടോ ഇത്രയും? ജില്ലാ കളക്ടർ സമാധാനം 2 ദിവസത്തെ ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? എന്താ കാര്യം? കരുതുന്നൊരു കർത്താവ്. അതാണ് ഞാനെപ്പോഴും പറയുന്നതിന് വന്നതുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും സാലറി എന്നാ പറഞ്ഞത്. സാലറി അങ്ങനെയല്ലേ? സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം. സർക്കാർ ജോലിക്കാരൊക്കെ ശമ്പളം എന്ന് പറഞ്ഞു. ഉപദേശിമാർക്ക് എന്നാന്നറിയാമോ? സപ്പോർട്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനല്ലേ? ഉപദേശിമാർക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തോ? കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? കൊലയ്ക്കാൻ പോകുന്ന വാഴയ്ക്ക് സെൻട്രൽ പാസ്റ്റർമാർ അവരെ ബുദ്ധിമുട്ടിക്കുന്നല്ല, ഉള്ള കാര്യം പറയുന്ന. അവർ ചിലപ്പോൾ നമ്മളെ അങ്ങ് പേടിപ്പിച്ച് കളയും.
പിന്നെ സപ്പോർട്ടാണത്. വാഴക്കൊല മൂത്താൽ ഈ ഊന്നെടുത്ത് എന്തു ചെയ്യും? അടുത്ത വാഴയ്ക്ക് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പോൾ അവർക്കിതേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളാരാമോൻ, അവരെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വാഴക്കൊല ഒരു കാലത്ത് മൂക്കുകയില്ല, മൂക്കാൻ പാടില്ല. കാരണം ആകപ്പാടെ ഇതേ ഉള്ളു. പിന്നെ മൂത്തായത് എന്നാലും കേട്ടോ, ഈ 500 ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ TPയും കാര്യം അവർക്കൊന്നും അറിയത്തില്ല. വീട്ടുകാരൊക്കെ യാക്കോബായിക്കാരാ. ഞാൻ ചെല്ലുമ്പോൾ മൂത്ത ആളി എന്നോട് ചോദിക്കുക, എന്നതാ പണി? ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാണ്. അപ്പം രണ്ടാമത്തെ അളിയൻ സൈഡാണോ മെയിനാണോ? ഞാൻ പറഞ്ഞു മെയിനാ. മൂന്നാമത്തെ അളിയൻ എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താലാ. അപ്പോൾ ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ലെന്നാണോ? കല്യാണം കഴിച്ച് 4 പൊക്ക പന്തലൂൽ അഴിച്ചിട്ട് ഞാൻ പറഞ്ഞു തറക്കിക്കാരൊന്നും ഞാനില്ല. അപ്പോൾ ഈ TPMൽ ഉപദേശിമാരെ അവരെപ്പോഴും കണ്ടിരിക്കുന്നത്. അവർ പറയും, അപ്പോൾ ഇളയളിയും പറയുക, എപ്പോൾ നോക്കിയാലും നല്ല വെളുത്ത പിന്നെ ജുബായും വെളുത്ത ഷർട്ട്, ഉജാല, അന്ന് ഉജാല സ്റ്റീഫാൻ ഷൈനൊക്കെയാണ് അന്ന് മുക്കുന്നത്. അപ്പോൾ പറയുക, എപ്പോൾ നോക്കിയാലും അങ്ങനെ നല്ല വെളുത്ത ഇത്, അതിന് മാത്രം കാശ് കിട്ടുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ എൻ്റെ സഭാചാരിൽ എനിക്കാകെ കിട്ടുന്ന 4 രൂപ 50 പൈസ സ്വത്രക്കാഴ്ച. അത് സെക്രട്ടറി എടുത്തുകൊണ്ടു. എന്തിനാണെന്നറിയാമോ? ഉച്ചയ്ക്ക് പുള്ള വീട്ടിലാണ് ഊണ്. അതിന് പുള്ളി 2 മുട്ട പൊരിച്ച് തരും. അവസാനം വരവുക ചെലവുക ഇല്ലക. ഇല്ലക എന്ന് പറഞ്ഞാൽ മുട്ടയെ തീർന്നു ആ കണക്ക്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ വൈറ്റ് ഊരാലൊക്കെ മേടിക്കാനുള്ള കാശേ ഉള്ളൂ സത്യം പറഞ്ഞു. അപ്പോൾ ഇളയാലും ചോദിക്കുമോ അതിന് മാത്രം കിട്ടുന്നുള്ളൂ? ഞാൻ പറഞ്ഞു അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതിന്? ഈ ഉജാലം മേടിക്കാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളത്. എന്നാലും ഇരിപ്പ് കണ്ടോ, ഒരു സ്വത്രം ഉറക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രത്യാശ എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ ഈ മുമ്പിൽ നിന്ന് കേൾക്കുന്ന സ്വോത്രത്തെക്കാൾ കൂടുതൽ സ്വോത്രം എവിടെ നിന്ന് കേൾക്കണം? അതാ. നിങ്ങൾ സ്വോത്രം പറയാൻ തന്നെ എനിക്കറിയാം. നിങ്ങൾ നോക്കുന്ന പാസ്റ്റർമാർ പറയുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ പറയുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവരെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എനിക്കൊരു പുഷ്പാക്കൊക്കെ തരുമ്പോൾ മുന്നോട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. നിങ്ങളെയും കരുതും ഞങ്ങളെയും കരുതും. ദൈവത്തിന് സ്തോത്രം. നമുക്കിതിൻ്റെ ഒരു ആത്യന്തിക ചിന്തയിലേക്ക് വരാം. അപ്പം 7ാമത്തെ ദിവസത്തിലേക്ക് വരികയാണ്. 7ാം ദിവസം, അതാണ് ശബ്ബത്ത്, അതാണ് സ്വസ്ഥത, അതാണ് വിശ്രാമം. അന്ന് ഒരു പണിയും ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നല്ലേ. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിൽ ഇപ്പം ശബ്ബത്തുണ്ടോ? ഇല്ല. ശബ്ബത്തൊക്കെ നിർത്തി. പണ്ടൊക്കെ നമുക്കൊരു ശബ്ബത്തിനോട് തുല്യമായ ആരാധന ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഓർമ്മയിൽ പണ്ടത്തെ ആരാധന ശനിയാഴ്ച തുടങ്ങും. ശനിയാഴ്ച ഒരു യോഗമുണ്ട്. പേരെന്തുവാ? മറന്നുപോയിട്ടില്ല. ഇപ്പം അതില്ല. ഇപ്പം ചില സ്ഥലത്തൊക്കെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു യോഗമുണ്ട്. കുത്തിത്തിരിപ്പ് യോഗം എന്ന് പറയും. ഈ കാത്തിരിപ്പ് യോഗം ക്ലോസ് ചെയ്തിട്ട് ഇപ്പം എന്ത് യോഗമാണ്? എങ്ങനെ ഇത് നശിപ്പിക്കാമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഈ അതൊന്നും വലിയ ചില സ്ഥലത്തൊക്കെ വേണം കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, അഭിഷേകം ഉള്ളവരും കൃപയുള്ളവരുമേ ഇതിനകത്തൊക്കെ വരാവൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം കുട്ടിച്ചോറാകുന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അന്ന് നമ്മൾ ഞായറാഴ്ച രാവിലെ ഇതൊക്കെ ശനിയാഴ്ച തുടങ്ങും. ഞായറാഴ്ച വന്ന് ആരാധന ഒരു അരമണിക്കൂറൊക്കെ വന്ന് ആത്മതപനം ചെയ്തേച്ചാണ് ആരാധന തുടങ്ങുന്നത്. മനസ്സിലായോ? ഇപ്പോഴോ 1-ാം തരം പാട്ടുകാർ ഇവിടെ 6 മണിക്ക് വന്നു തുടങ്ങി. ആര് വരാൻ? ആരോട് പറയാൻ? നമ്മുടെ സഭ സെൻട്രൽ കൺവെൻഷൻ നടത്തുക. നമ്മൾക്ക് അറിയാം ഇന്ന് വേറൊരു പണി, എന്നാലും നമ്മൾ വൈകിയേ വരത്തുള്ളെന്ന്. ഇവിടെ രീതി അതായിപ്പോയിന്ന്. അന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പിന്നെ ഉപദേശിയും സൗരസൗരം ഏതേലും ടൗണിൽ ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പരസ്യോഗം നടത്തുകയാണ്. അന്നത്തെ രീതി അതാണ്. ഇതൊക്കെ മാറിയില്ലേ? നമുക്കിപ്പോൾ അങ്ങനെ വല്ലതുണ്ട്. മത്തായി 12:8 മനുഷ്യപുത്രനും ശബ്ബത്തിന് കർത്താവാകുന്നു എന്നാണ്. ശബ്ബത്ത് മാറിപ്പോയെങ്കിലും അതിന് അനുഭവം വന്നിട്ടുണ്ടോ? ഇല്ല. എബ്രായർ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം എടുത്തെങ്കിൽ വായിച്ചു നോക്കിക്കോ. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് നമുക്ക് ഒരു ശബ്ബത്തല്ല, ശബ്ബത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഒരു നോൺ സ്റ്റോപ്പ് വർഷിപ്പിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ശബ്ബത്ത് ദിവസം വരുമ്പോൾ നിശ്ചിതദൂരം യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. മൃഗങ്ങളെ പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല. മണിക്കൂർ വെച്ചിട്ടല്ല, കയ്യിൽ വാച്ച കെട്ടിക്കൊണ്ടല്ല എന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ആ ആരാധനയിലേക്ക് ശബ്ബത്ത് മാറിപ്പോൾ അനുഭവം വന്നിട്ടില്ല. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, ആ അനുഭവം നമ്മുടെ ഉള്ളിൽ വറ്റാതെ കിടക്കുന്നുണ്ടോ? വറ്റാതെ കിടക്കുന്നുണ്ടോ? പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ 4 മണിക്കൂറാണ് ആരാധന, പിന്നെ 3 മണിക്കൂറാണ് ആരാധന. കോവിഡ് കാലം വന്നപ്പം ആരാധന 1 GB
ആരുടെ പേരാണ്? 1 GB ആരാധന. എങ്ങും പോകണ്ട, വീട്ടിനകത്തിരുന്ന വെച്ചാൽ. അതോ എന്നൊക്കെയോ നമ്പറാ കാണിക്കുന്നറിയാം. വീട്ടിനകത്തിരുന്നാൽ മതി, യാത്രയൊന്നും ചെയ്യണ്ട. എന്നാലും അതിന് നമ്മൾ കാണിക്കുന്ന നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ വല്ലാത്ത അലസതയാണ്. ഞാൻ ഈ സൂം മീറ്റിങ്ങിലൂടെയാണ് ആ സമയത്തൊക്കെ ഒത്തിരി രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാൻ പോയത്. പ്രസംഗം കഴിയുമ്പോൾ ഒരു തമ്പിട്ടേച്ചാൽ മതിയല്ലോ. ദൈവത്തിന് സ്വന്തം പ്രസംഗിച്ചു. എനിക്ക് വിഷമം തോന്നുന്നൊരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാനൊരു സഭയിൽ ചിലപ്പോൾ 45 കുടുംബങ്ങൾ, 45 ഡിവിഷൻ, ആരും തുറന്നിട്ടില്ല, വീഡിയോ തുറക്കുകയില്ല ആരും. അപ്പോൾ കുറച്ച് 3 പേരുണ്ട്, 4 പേരുണ്ട്. പാട്ട് പാടുന്ന ഒരു സഹോദരനുണ്ട്, പാസ്റ്ററുണ്ട്. പാസ്റ്റർ നോക്കുക എല്ലാവരും ഉണ്ടോന്ന്. പിന്നെ ഞാനുണ്ട്. ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ഈ കോവിഡ് സമയത്ത് എല്ലാം ഞങ്ങൾ കുടുംബമായിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് വന്നിരുന്ന് വീഡിയോ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നേ. അതിനകത്തൊന്നും ഒരു ന്യായമല്ലാത്ത കാര്യം ചെയ്തിട്ടില്ല മനസാക്ഷിക്ക്. അപ്പം 4 പേരുണ്ട്, ബാക്കി 41 പേരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. പാട്ട് കഴിഞ്ഞപ്പം അങ്ങനെ അത് ഓഫ് ചെയ്തു. പിന്നെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പം ഈ അമ്മച്ചി നാട് ഞാൻ നോക്കിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴാ നൈറ്റ് ഇട്ടുകൊണ്ടൊക്കെ പോകുന്നത് കണ്ടത്. നൈറ്റ് ഇട്ടുകൊണ്ടൊക്കെ ആരാധിക്കാമെന്ന് അന്നേരം മനസ്സിലായത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാനും പാസേ ഉള്ളൂ. പാസ് പറയുക, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ലോകം അറിയപ്പെടുന്നയാളെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ കളത്തി വെച്ചും പറയുകയാണ്. അപ്പം അദ്ദേഹം പ്രസംഗിക്കും, അദ്ദേഹം ഓഫ് ചെയ്യും. പിന്നെ ആരുണ്ട്? ഞാൻ മാത്രമുണ്ട്. എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായി ഒരു കടുങ്കൈ ഞാനും ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് ഓഫ് ചെയ്തു. അന്നേരം ഭാഷ പറയാ, ഭാഷയെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഭാഷയും കാണുന്നില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. ഭാഷയെ കണ്ടാലേ സുഖമുള്ളൂ, എനിക്കും കണ്ടാലേ സുഖമുള്ളൂ. പിന്നെ അല്ലാതെ എന്നാ പറയാനാന്ന് പറ. ഒരാൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ലെന്ന്. ദൈവത്തിന് കോവിഡ് കഴിഞ്ഞ് 33% ആളുകൾ പള്ളിയിൽ കയറിയിട്ടില്ല. അതറിയാമോ? എന്നാ കാര്യം? എല്ലാ കോവിഡും പള്ളിക്കകത്താന്നാ പറയുന്നത്. ഇറച്ചിക്കടയിലെ കോവിഡില്ല, ബാങ്കിൽ കോവിഡില്ല, എല്ലാം വന്ന് ഇവിടെ കൂടുകൂട്ടിയിരിക്കുകയെന്നാ പറയുന്നത്. കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചിയെ പാസ് വിളിച്ച്, അമ്മച്ചി ആരാണിക്ക് വന്നില്ലല്ലോ, എന്നാ വരാനാ പാസ്? പാസ് ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായമല്ലേ ആയിട്ടുള്ളൂ. അതെ, 42 വരാമെന്ന്. കാരണം 42 കഷ്ടകാലം തീരുള്ളൂ, അന്നേ ഇരട്ടി അനുഗ്രഹം വരത്തുള്ളൂ. മൊത്തം കഷ്ടകാലമായിരിക്കും, ഇന്ന് വരുന്നില്ല. എന്നാൽ അമ്മച്ചി ഒന്ന് പറഞ്ഞു, ലാസ്റ്റേ പവർ വിഷനിൽ ഞാനത് പറയാറുണ്ട് കേട്ടോ. പവർ വിഷനിൽ എന്തോരും സഭായോഗം, വീട്ടിലെ സഭായോഗം, എന്തോ ഒരു പാട്ടുകാര്, എന്തോ ഒരു പ്രസംഗം, എന്നാ പാട്ട്, എന്നാ പ്രസംഗം, ചെറുപ്പക്കാരെ ത്രസിപ്പിക്കുന്ന പ്രസംഗം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ 1 മാസം മുമ്പേ പ്രാർത്ഥിച്ചിട്ടേച്ച് പോയിക്കണതാ. പ്രാർത്ഥിക്കുന്നു. ഭാഷൊന്നും മിണ്ടിയില്ല. കാരണം ഇപ്പൊ ഭാഷന്മാർക്ക് മിണ്ടാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഒരുപാട് ശുശ്രൂഷകളാണ്. കാരണം പിള്ളേരെല്ലാം നാട്ടിൽ വിട്ടു പോയത് കൊണ്ട് കാർത്തന്മാരെ നോക്കുന്ന പണിയൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. മരുന്നൊക്കെ മേടിച്ചിട്ട് കൊടുക്കുക, ആശുപത്രി കൊണ്ടുപോവുക. പിന്നെ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ അപ്പനമ്മയും വീട്ടിൽ വന്ന് പോയി മെഡിസിൻ മേടിച്ചപ്പോൾ സൈക്കിൾ ടയർ ഓടിച്ചോണ്ട് പോയി മേടിച്ചുകൊണ്ട് വരും. ഒരു തീപ്പെട്ടി ഒന്നുകൂടെ പോവും. എപ്പോൾ പോയാലും 5 പൈസ ബാക്കി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, അതായി ഇടണമെന്നും പറഞ്ഞ് പോകുന്നേ. അപ്പോൾ 1 മാസത്തെ ചിലവെല്ലാം കഴിയുമ്പം ചിലപ്പോൾ ബില്ല് മൊത്തം അയച്ചു കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി പൈസ ചിലപ്പോൾ ബാക്കി വരും. അപ്പോൾ അത് ആർക്കെടുക്കാം? അങ്ങനെ പല ശുശ്രൂഷകളൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വന്ന പാസ്റ്റർ മിടുക്കം പാസ്റ്ററായിരുന്നു കേട്ടോ. അമ്മാമ്മ എന്താ വരാത്തതെന്ന് വെച്ച് പറഞ്ഞു, പവർ വിഷൻ ഉണ്ടോ, വീട്ടിലെ സഭായോഗം ഉണ്ടല്ലോ പാസ്റ്റേ, പിന്നെ വരാമെന്ന്. ഞായറാഴ്ച പറഞ്ഞ് വ്യാഴാഴ്ച അപ്പച്ചൻ കുളിമുറിയിൽ കാല് തന്നെ വീണപ്പം അമ്മാമ്മ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ ഓടി വന്നു, എന്നാ പറ്റിയെന്ന് വെച്ചു. അച്ചായ ബാത്റൂമിൽ കാൽ തന്നെ. അപ്പം പാസ്റ്റർ പറഞ്ഞു, പവർ വിഷനിൽ ഒരുപാട് പാസ്റ്റർമാരുണ്ടല്ലോ, ഒരു പാസ്റ്ററെ വിളിച്ച് ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. അതല്ല മിടുക്കം പാസ്റ്റർ, അങ്ങനല്ലേ വേണ്ടത്. ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോകും. ഞാൻ ചോദിക്കും, നമുക്ക് ഈ കണ്ണും കൈയും പിന്നെ കാലും മൂക്കും നാക്കും നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്തവർക്ക് ഞായറാഴ്ച കുത്തിരിക്കാനുള്ള സ്ഥലമാണോ പവർ വിഷനിലെ വീട്ടിൽ? അല്ലെന്ന്. അതൊക്കെ കുറച്ച് പ്രയാസമുള്ളവർക്ക് വേണ്ടി സംഘടിപ്പിച്ച് വരിക്കുന്ന. മര്യാദയ്ക്ക് പള്ളി വാ, ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. നമ്മളെങ്ങനെ ഇതിനൊക്കെ വല്ലായ്മ കാണിക്കല്ലേ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. അപ്പൊ ശബ്ദത്തിന്റെ അനുഭവം വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളത്. അത് എപ്പോഴാന്ന് പറയട്ടെ. ഇനി ആദാം മുതൽ അബ്രഹാം നോഹ വരെ 2000 കൊല്ലമാണ്. കണക്ക് പിടിച്ചോളാം, ഒത്തിരി കണക്കൊന്നുമില്ല. അവിടെ മുതൽ യേശുക്രിസ്തു വരെ 2000 കൊല്ലമാണ്. അപ്പൊ എത്രയായി? 4000. യേശുക്രിസ്തു ഇപ്പൊ വരെ എത്രയായി? 2026. അപ്പൊ മൊത്തം എത്രയായി? 6026 കൊല്ലം. ആര് ജനിച്ചിട്ട്? ആദാം മുതൽ. ചോദ്യം നിങ്ങൾക്കുണ്ടാകും, പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്.
ആയിരക്കണക്കിന് വർഷങ്ങൾ. ദിനോസറുടെ ഫോസിലുകൾ കണ്ടുപിടിച്ചെടുക്കുന്നുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ. പിന്നെ ഉപദേശിമാർ പറഞ്ഞ 6000 കൊല്ലം എങ്ങനെ ശരിയാകുന്നത്? ഉത്തരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിൽ 4 തിയറികളുണ്ട്. യോം തിയറിയും ഗ്യാപ് തിയറിയും തിരമാല സിദ്ധാന്തവും. നമ്മുടെ 1000 സംവത്സരങ്ങളെ ഒരു ദിവസമായി കാണുന്ന സിദ്ധാന്തം അവിടെ കിടപ്പുണ്ട്. ഉദാഹരണം, ഭൂമി എവിടെ ഉൽപ്പത്തി കിടക്കുന്നത്? വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ടാണ് വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഒരു സ്ഥലത്ത് കൂടി 79% വെള്ളം. ഉണങ്ങിയ നിലത്ത് ദൈവം ഭൂമി എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി കിടക്കുന്ന വെള്ളത്തിനടിയിലാണ്. അതല്ല യാഥാർത്ഥ്യം. 136-ാമത്തെ സംഖ്യത്തിൽ പറയുന്നുണ്ട്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ അതാണ് 1-ാമത്തെ ഭൂമി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ പാഴായി തീരുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് എഹെസ്കേൽ 28, യെശയ്യാവ് 14. അത് വായിച്ചു പഠിച്ചാലേ ഉത്തരം കിട്ടത്തുള്ളൂ. അത് നമുക്ക് വിടാം. ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അവിടെ മുതൽ ഇതുവരെ 6026 കൊല്ലമായി. ഇത്രയും പിടി കിട്ടിയോ? പിടി കിട്ടി. ഇനി നമ്മുടെ 1000 സംവത്സരങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ ആദാം മുതൽ ഇതുവരെ 6000 കൊല്ലമെന്ന് പറയുമ്പോൾ നമ്മൾ 7000-ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു, 7-ാമത്തെ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ദൈവത്തിന് അങ്ങനല്ല. നമ്മുടെ ഭൂമിയിലാണ് 365, പക്ഷെ 24 ദിവസം വരെ ആകുന്ന സമയങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ 6000 സംവത്സരം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്ര ദിവസമേ ആയിട്ടുള്ളൂ? 6 ദിവസമേ ആയിട്ടുള്ളൂ. പഴയമം നിഴലാണ്, പുതിയമം പൊരുളാണ്. അങ്ങനെയാണെങ്കിൽ പഴയമത്തിൽ 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം എന്തുവാണെന്നറിയാമോ? 7-ാം ദിവസം സ്വസ്ഥതയാണ്. ദൈവവും തൻ്റെ ജനവും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന മറക്കാനാകാത്ത വേർപെടാത്ത ദിവസമാണത്. അതിൻ്റെ പൊരുൾ സംഭവിക്കുകയാണെങ്കിൽ AD 2000 മുതൽ 3000 വരെ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലം ദൈവത്തിന്റെ കണക്കിൽ 7-ാമത്തെ ദിവസമാണ്. 7-ാം ദിവസം സഭ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം, സഭ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കണം. ചിലരൊക്കെ സ്വത്രം പറഞ്ഞു, ചിലരൊക്കെ പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്നവരെ തള്ളണോ കൊള്ളണോ, ഇത് നേരാണോ നുണയാണോ? പിന്നെ ചിലർ നമ്മളെക്കാൾ മിടുക്കന്മാരാണല്ലോ, അവർ കണക്കൂട്ടി, മാസ്റ്റേ 1000 കൊല്ലമല്ലേ ഒരു ദിവസം ആന്നു, ഇപ്പൊ 26 കൊല്ലമല്ലേ പോയിട്ടുള്ളൂ ആന്നു, ഇപ്പൊ 974 കൊല്ലം കിടക്കുന്നില്ലേ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു സ്വത്രം പറയണോ? ഈ ഒരു ദിവസം തീരാൻ 974 കൊല്ലമുള്ളപ്പം നമ്മളെന്തിനാണ് ഇപ്പൊ മുതലേ സ്വത്രം? നമ്മൾ 10, 70, 80 അല്ലേ ജീവിക്കത്തുള്ളൂ. അവരോടാണ് ഇന്ന് രാത്രി പറയുന്നത്, കാലമല്ലിത്, സമയമാണ്. രാജ്ഞി രാജാവിന്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണ്, ഉച്ച കഴിഞ്ഞല്ല. ഈ ഇരിക്കുന്ന മണവാട്ടി സഭയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഉയർത്തത് 3-ാം ദിവസം 10 മണിക്കല്ല, ഉച്ച കഴിഞ്ഞല്ല, സപ്പറിന്റെ സമയത്തല്ല, പ്രഭാതത്തിലാണ്. ഈ കണക്കിഞ്ഞോട്ട് എടുത്താൽ ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളൻ മണിയറ ഒരുക്കാൻ പോയത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ മണവാളൻ ഒരുക്കുന്ന മണിയറയിൽ ഈ സഭ പ്രവേശിക്കുന്നതും ഈ 7-ാം ദിവസത്തിന്റെ ആരംഭ സമയങ്ങളിലായിരിക്കുമെന്ന് പറയുമ്പോൾ പരമാർത്ഥമായ മനസ്സുകൾ ഉണർത്തപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മടി കാണിക്കരുത്. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും, ഓരിയിടുവാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ ബാഷ്പീകരിച്ച് പെയ്യുമോ, 4.5 മൈൽ അപ്പുറത്ത് പെയ്യുമോ, കൃത്യം അറിയുവാനുള്ള സംവിധാനമുണ്ടെന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നു. തെളിവ്, കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ കൂട് തുറന്നിടുക. കോഴിയും താറാവും മഴ ഇവിടെ പെയ്യുമെങ്കിൽ മാത്രമേ അകത്ത് കയറത്തുള്ളൂ. 4.5 മൈൽ അപ്പുറത്തെ പെയ്യത്തുള്ളെങ്കിൽ പമ്മി നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ കോലും കൊഴിയും എടുത്ത് അടിച്ചതിനെ കയറ്റണമെന്ന് എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലേ? നമുക്ക് മുണ്ടക്കൈയിലേക്ക് പോകാം. ചൂരൽമല എവിടാ? വയനാട്. ഏതെങ്കിലും പട്ടിയും പൂച്ചയും ചത്തോ? ഇല്ല. എന്താ കാര്യം? അതുങ്ങൾ ജാഗത്തിൽ നിന്ന് കെട്ടിയിട്ടതൊക്കെ ചത്തു. എന്താ കെട്ടിയിടാത്തത്, ചാകാത്തത്?
അവർക്ക് സംഭവം പിടികിട്ടിയെന്ന്. ഈ ഭൂമിയെ വെള്ളം ആഗിരണം ചെയ്ത ശേഷം ഭൂമിക്ക് താങ്ങാവുന്ന വെള്ളമല്ലേ ആഗിരണം ചെയ്യാൻ പറ്റൂ. ഒന്നാമത് ഭൂമി 3 ഭാഗമാണ്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. ആദ്യത്തെ 35 കിലോമീറ്ററാണ്. രണ്ടാമത് 2870 കിലോമീറ്ററാണ്. അവിടെയാണ് 20 ലിത്തോസ്ഫിയർ പ്ലേറ്റുകളുള്ളത്. അത് ചലിക്കുമ്പോഴാണ് കമ്പനം ഉണ്ടാകുന്നത്. ഇടുക്കിയൊക്കെ 2033 പ്രാവശ്യമാണ് കുലുങ്ങിയത്. അപ്പൊ ഈ ഭൂമിക്ക് വെള്ളം താങ്ങാൻ കഴിയാതെ വരുമ്പം വെള്ളം പുറത്തോട്ട് വരും. തമരടിച്ചാൽ പൊട്ടാത്ത പാറകൾ പോലും വെള്ളം കീറിക്കൊണ്ടാ വരുന്നത്. അതാണ് ഇവിടുത്തെ ഉരുൾപൊട്ടുമ്പോൾ പാറക്കഷണങ്ങൾ പോലും പൊട്ടി വരുന്നത്. ഈ പാറകൾ കീറുന്ന ശബ്ദം ആര് കേട്ടു? മലകൾ പതുക്കെ ഉരുണ്ട് കിടന്ന് ഒരു ഭാഗത്ത് ഉരുളങ്കല്ലുകൾ ഉരുകിപ്പോകുമ്പോൾ പക്ഷികൾക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ ചെരിഞ്ഞു തുടങ്ങി. പക്ഷിക്കൂടുകൾ അനങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അകത്തെന്തോ സംഭവിക്കുന്നുണ്ട്. പക്ഷികൾ കൂടുവിട്ടകന്നു. നിലത്ത് കിടന്നുറങ്ങിയ എല്ലാ വന്യമൃഗങ്ങൾക്കും മനസ്സിലായി അകത്തെന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവര് സ്ഥലം വിട്ടു. പക്ഷേ ഡ്യൂറോഫ്ലെക്സ് മെത്തക്കയിൽ കിടന്നുറങ്ങിയ മനുഷ്യന് മാത്രം അത് മനസ്സിലായില്ല. ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും. അത് ഓരി ഇടുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർവേഗം ഇവിടെ പെയ്യുമോ അവിടെ പെയ്യുമോ കൃത്യമായി സൂചന കിട്ടുമെങ്കിൽ ഞങ്ങൾ നെഞ്ചിൽ കൈവച്ചു പറയുന്നു, അവന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് കർത്താവിന്റെ കാഹളനാദം കേൾക്കാനുള്ള ചിറകടി ശബ്ദം, ആ പ്രാവിന്റെ ചിറകടി ശബ്ദം ഇന്ന് രാത്രി അകപ്പണത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അകത്തളുകൾ ഉണ്ടെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഒരല്പസമയം കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു പറ, യേശു വരാറായി. അത് കാലമല്ല, അത് നാളും നാഴികയുമാണെന്ന്. എനിക്കൊരു പാട്ടൊക്കെ പാടിയാ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പാടുന്നില്ല. സുന്ദരമായിട്ട് പാടുന്ന രണ്ടുപേരൊക്കെ പുറകെ ഇരിക്കുന്നു. അവർ പാടും. സ്തോത്രം. എൻ്റെ മനസ്സിലേക്ക് വന്നത് കാഹളം കാതുകളിൽ കേട്ടിടാറായി. സ്വർഗത്തിലെ ദൂതന്മാര് വീണ യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. സ്തോത്രം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന പാട്ടോ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി എന്ന പാട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. നമുക്കത് പാടി ഇവിടം പോകാനായിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ഒന്നാമത്തെ ഭാഗം ഇതാണ്. ഇത് ദിവസങ്ങളിൽ 7-ാം ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യ നാഴികയാണ്. രണ്ടാമത്തെ ഭാഗം പെട്ടെന്ന് പറയാം. തലമുറകളിൽ 7-ാം തലമുറയാണ്. ഉൽപ്പത്തി പുസ്തകം 5 ഒന്ന് എടുത്ത് വെച്ച് 5-ാം അധ്യായം 8:45 ആയതുകൊണ്ട് സിബൊക്കെ ഇട്ട് കാണും. ചിലപ്പം 9 തീരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് മടക്കി വെച്ചേക്കാൻ. അത് തുറന്ന് വെച്ചവർ വായിച്ചാൽ മതി. അവിടെ 5-ലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആദാമിൻ്റെ വംശപാരമ്പര്യം പറയാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ൽ പറയുന്ന വംശാവലിയുണ്ട്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദിന് ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം ക്രിസ്തു വരെ 14, മൊത്തം എത്രയായി? 42. അബ്രഹാം മുതൽ ആദാം വരെ 20, 42 20 62. അതല്ല ഇവിടെ പറയുന്നേ. ഒരു കണക്ക്, ഒരു ഇമാജിനിലേക്ക് വരാം. പഴയ നിയമത്തിൽ ആളുകൾക്ക് ശരാശരി 900-നും 1000-നും ഇടയിൽ ആയുസ് ഉണ്ടായിരുന്നു. എത്ര? 900-നും 1000-നും ഇടയിൽ. അതുകൊണ്ടൊരു പുരുഷായുസ് എന്ന് പറയുന്ന മിനിമം 1000 കൊല്ലമാണ്. അതറിയണമെങ്കിൽ ഉൽപ്പത്തി 5 വായിച്ചു നോക്കണം. അവിടെയാണ് നമ്മൾ കാണുന്നത് ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. പേരെന്തുവാ? ശേത്ത്. പിന്നെ അത് അവസാനം വായിക്കുന്ന ആദാം പിന്നെ 800 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. അനേകം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം 930. പിന്നെ അവൻ മരിച്ചു. അപ്പോൾ 930 ആദാം മരിക്കും. എത്ര പിള്ളേരുണ്ട്? 800 പിള്ളേർ കാണുമെന്ന് ചിലർ വിചാരിച്ചിരിക്കുന്ന. ആകെ 2 പിള്ളേരേ ഉള്ളൂ, കയ്യനും ഹാബേലും. ഒരുത്തനെ തല്ലിക്കൊന്നു. മറ്റവനോടന്നാ പെണ്ണ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്.
അങ്ങനെ നടക്കുന്ന ആൾ അതൊന്നുമല്ല. 130 ശേത്തുണ്ടാകുന്നേ. 800 കൊല്ലം ജീവിച്ചത് പുത്രന്മാരെയും പുത്രിമാരെയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ ജനറേഷനല്ല അത്. നമുക്കിപ്പോൾ ആകപ്പാടെ ഒരെണ്ണേ ഉള്ളൂ, അറിയാമല്ലോ. നമുക്ക് ആകപ്പാടെ ഒരെണ്ണേ ഉള്ളൂ, തിന്നുന്ന നൂഡിൽസും ഇരിക്കുന്ന ഉടക്കമ്പി കണക്കിയും. അന്ന് അങ്ങനാണോ? അന്ന് വർഷത്തിൽ ആണ്ടുതോറും ഫലം കായ്ക്കുക, അറിയാമോ? തെളിവ് വേണോ? അതിൻ്റെ യാക്കോബ് അവിടെ പോയി തിരിച്ചു വരിക 10-13 കൊല്ലം കഴിഞ്ഞപ്പം. 14 കൊല്ലം പിള്ളേരെത്രയുണ്ട് കണ്ടോ? കണക്ക് പറ്റിയാൽ ശരിയായല്ലേ? അവിടെ പോയി തിരിച്ചു വരുമ്പോൾ 14 കൊല്ലം വരും പിള്ളേരെന്തായാലും 10-12 പിള്ളേരുണ്ടെന്ന്. ഇതിനടക്കം 10-13 അപ്പം കണക്ക് ശരിയായില്ലേ? അന്നൊക്കെ ഞാൻ പ്രസവിച്ചിട്ട് കൊടുത്താൽ മതി. മൂത്ത പിള്ളേർ നോക്കിക്കോളും. ഇന്ന് അങ്ങ് ആകപ്പാടെ ഒരെണ്ണം. അന്ന് പിള്ളേരെ നോക്കും, ഇന്ന് പിള്ളേർ കാരണന്മാരെ നോക്കും. ഇതൊക്കെ പറഞ്ഞ പോട്ടെ, അതൊക്കെ ഉണ്ട് പോട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന മിനിമം 1000 കൊല്ലമാണ്. ഇനി അവിടെ ഒരു പാരഗ്രാഫ് ഒന്നാമത്തെ തലമുറയാണ്, രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ടാം തലമുറ, മൂന്നാമത്തെ പാരഗ്രാഫ് മൂന്നാം തലമുറ, നാലാമത്തെ പാരഗ്രാഫ് 4-ാം തലമുറ, അഞ്ചാമത്തെ ഖണ്ഡിക 5-ാം തലമുറ, ആറാമത്തെ ഖണ്ഡിക 6-ാം തലമുറ, ഏഴാമത്തെ ഖണ്ഡിക 7-ാം തലമുറ. അതിൽ 2 പേര് മാത്രമേ 900 താഴെ ആയുസുള്ളൂ. ബാക്കിയെല്ലാം 900-നും 1000-നും ഇടയില. മെതുശാലേഖ് അറിയാമല്ലോ, 900. ഇതിൽ 7-ാമത്തെ തലമുറ ഏതാണെന്നറിയാമോ? 21-ാമത്തെ വാക്യം വായിക്ക്. ഉൽപ്പത്തി 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഖിനെ ജനിപ്പിച്ചു. മെതുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സംഗതി പിടികിട്ടിയല്ലോ അല്ലേ? എന്താ പിടികിട്ടിയത്? 7-ാമത്തെ തലമുറയിൽപ്പെട്ടവന്റെ പേരെന്തുവാ? ഹാനോക്ക്. ഇവിടെ പാരഗ്രാഫ് എണ്ണണോ? 1, 2, 3, 4 അങ്ങനെ എണ്ണണോ? യൂദായുടെ ലേഖനത്തിൽ ആ വാക്യം ഓർമ്മയുണ്ടോ? ചിലരെ കെട്ടിത്തൂങ്ങി ചത്ത യൂദ എഴുതിയെന്നും പറഞ്ഞ് നോക്കാറില്ല. അത് അങ്ങനെ എഴുതിയല്ല. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും കണക്ക് കൃത്യമായില്ലേ? സത്യത്തിൽ ആദാം മുതൽ 7-ാമനാണോ ഹാനോക്ക്? 7 കൊല്ലം 700 കൊല്ലം അതിനപ്പുറത്തുള്ളതല്ലേ? പക്ഷെ 1000 വർഷം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ 1000 ഒത്തുവരുന്നില്ല. 6000 കൊല്ലം കഴിഞ്ഞ് എല്ലാം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, എൻ്റെ മക്കളുണ്ട്, മക്കളുടെ 4 തലമുറ വീട്ടിലുണ്ട്. ഈ കണക്കാണ് ഇവിടെ വരുന്നത്, അല്ലാതെ ദീർഘമായ വർഷമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1000 വർഷമാണ് ഒരു പുരുഷായുസായി കണക്കാക്കിയിരുന്നത് എങ്കിൽ 6000 കൊല്ലം കൊണ്ട് നമ്മുടെ കണക്കിൽ 100,000 തലമുറകൾ പോയി കാണും. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ എത്ര തലമുറ പോയിട്ടുണ്ടാവും? വെറും 6 തലമുറ. 6000 കൊല്ലം കൊണ്ട് ഒരു പുരുഷായുസിനെ 1000 വർഷമായി നിജപ്പെടുത്തിയാൽ എത്ര തലമുറ പോയി? 6 തേക്കടി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സമാപരാത്രി ഇരിക്കുന്ന ഞാനും നിങ്ങളും എത്രാമത്തെ തലമുറയിൽ വരും? 7-ാമത്തെ തലമുറയിൽ വരും. AD 2000 ഇപ്പോൾ 7-ാം തലമുറയാ. ഇനി പഴയത്തിലേക്ക് 7-ാം തലമുറയ്ക്ക് എന്തോ സംഭവിച്ചാ പറ. ഹാനോക്കിന് എന്തോ സംഭവിച്ചു. അതിനേക്കാൾ മിടുക്കന്മാർ നേരത്തെ ഉണ്ടായിരുന്നു. നോഹയ്ക്ക് മുമ്പുള്ളതാ. പക്ഷെ പെട്ടകം വരെ ആരാധനത്തിലുള്ള പെട്ടകമാണ് മേളിലെത്തിയത്. ഹാനോക്കിന്റെ പ്രത്യേക അവനെന്താ സംഭവം? 65-ാം മാസത്തിൽ മകനെ ജനിപ്പിച്ചു. 300-ലേറെ സംവത്സരങ്ങൾ അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവജനം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തോടു കൂടെ നടന്നവന്റെ പേരാണ് ഹാനോക്ക്. ഭാര്യയോടുകൂടെ ജീവിച്ചു, സ്വോത്രം പറയണ്ടേ? മക്കളുടെ കൂടെ ജീവിച്ചു, 2 സ്വോത്രം പറയണ്ടേ? ദൈവത്തിന്റെ കൂടെ നടന്നു, 3 സ്വോത്രം പറയണ്ടേ? അയ്യോ, ഹാനോക്കിനൊക്കെ അവിടെ ചില ഇടയിൽ ഒരു പൂമാല ഇട്ട് കൊടുക്കണം. നോഹയ്ക്കും ഹാനോക്കിനും. നോഹയ്ക്ക് എന്തിനാ പൂമാല? ഇത്രയും കൊല്ലം ഒറ്റ വിഷയം പ്രസംഗിച്ചതിന്, 100 കൊല്ലം ഒറ്റ വിഷയം പ്രസംഗിച്ചതിന് പൂമാല ഇട്ട് കൊടുക്കണ്ടേ? ഇപ്പൊ ഞാനെന്താ പ്രസംഗിക്കുന്നത്? അന്ത്യകാലം. നിങ്ങൾ പറഞ്ഞു ജോയി പാർക്കിൽ അടുത്ത കൊല്ലം കൂടെ വിളിച്ചേക്കാം. ഞാൻ അടുത്ത കൊല്ലം വന്ന് പറഞ്ഞു ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അന്ത്യകാലം. അപ്പം നിങ്ങൾ വിചാരിച്ചു അൽഷിമേഴ്സ് രോഗം വന്ന് കാണും, വന്നേച്ച് പോട്ടെ. 3-ാമത്തെ കൊല്ലം ഞാൻ വന്നിച്ച് പറഞ്ഞു ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അന്ത്യകാലം. ഒരു കാര്യം ഉറപ്പിക്കാം, എൻ്റെ തേക്കടി സെൻറ്ററിലേക്കുള്ള വരവിൻ്റെ അന്ത്യകാലമായിരിക്കും അത്. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ടി വരില്ല. ഒരു വിഷയം ആവർത്തി ഇത് തന്നെ യൂട്യൂബിൽ കേൾക്കാൻ താല്പര്യമുള്ളത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം,
കാലം എത്ര കഴിഞ്ഞാലും, കാലം എത്ര മാറിയാലും ഞങ്ങൾക്ക് ഒരാളെ പ്രസംഗിക്കാൻ ഒരു ലജ്ജയുമില്ലെന്നേ. 10 കിലോ കുമ്മായം കൊണ്ട് നീറ്റിയെടുത്ത ആരാണ്ടിന്റെ മതിൽ പാതിരാത്രി പതുങ്ങിയിരുന്ന് എഴുതുന്ന, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഗോദാമാറുന്ന, മണ്ഡലം മാറുന്ന, ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതിക്ക് ഒലിച്ചു പോകുന്ന മതിലിൽ എഴുതി വെച്ച രാഷ്ട്രീയ നേതാവിനെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ചങ്കിനകത്ത് കോറിയിട്ടൊരു നാമമുണ്ടെന്ന്, അനുഭവങ്ങൾ ചേർത്ത് വെച്ചൊരു നാമമുണ്ടെന്ന്, ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതിക്ക് ഒലിച്ചു പോകാത്തൊരു നാമമുണ്ടെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ലെന്ന്. അതാ നോഹയ്ക്ക് മാല. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഉമ്മ ചോദിക്കുന്നതാണ് കേട്ടോ, പ്രസംഗത്തിൽ ഉറക്കം തോന്നരുതല്ല. അതുകൊണ്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, ഇല്ല കേട്ടോ, ഉണ്ടോ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ? നിങ്ങൾ എന്തിനാണ് ചിരിച്ചത്? ഒരു ഓഞ്ഞ ചിരി. എന്താണ് കാര്യം? എൻ്റെ ഭാഷയെ ഈ ജന്മത്തിനെ നിങ്ങളെ കൊണ്ടുനടക്കാനുള്ള പാടോർത്തിട്ടായിരിക്കും ചിരിച്ചത്, ഇല്ലേ? ഓണത്തിന്റെ പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്നൊരു മേള വന്നിരുന്നെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും. മക്കളെ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ അപ്പനും അമ്മയും മതിയോ? ഭാഷ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ ഭാഷ, യാതൊരു വിവരവും ബോധമില്ലാത്ത 2 കഴുതകളാണ് ആര്? അങ്ങനെ ചില പിള്ളേരുടെ ധാരണ. അന്ന് ശരിയല്ലേ കേട്ടോ. എൻ്റെ അമ്മ വാർദ്ധക്യത്തിലെത്തി, കിടപ്പ, കാണാൻ വലിയ ഭംഗിയില്ല ഇപ്പം. പക്ഷെ അമ്മയുടെ ചെറുപ്പകാലത്തിലെ ഫോട്ടോ ഞാൻ കണ്ടു, ഞെട്ടിപ്പോയി. തരിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാ ഭംഗിയാ ശോശാമ്മയ്ക്ക്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൊല്ലം പിടി കിട്ടിയോ? നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കാൾ ഗ്ലാമർ ഉണ്ടായിരുന്നു. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പാസ്റ്ററിന്റെ കയ്യിൽ എന്നാ തെളിവ്? ഞാൻ തെളിവ് നിരത്താം. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കാൾ ഗ്ലാമർ ഉണ്ടായിരുന്നു. തെളിവാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഓഞ്ഞമോന്ത കിട്ടിയത്. ഇല്ലെങ്കിൽ എങ്ങനെ ഇരുന്നേനെ നമ്മളൊക്കെ? കണ്ട, അവരെ നോക്കണമെന്ന്. ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ക്ഷമിച്ചേര്, സഹിച്ചേര്. ഇനി അപ്പം ഞാൻ ചിന്തിച്ചു 2 കാര്യം. ഈ ജന്മം ഭാര്യ ഭർത്താക്കന്മാര് മാറാൻ ആഗ്രഹിക്കുന്നവർ കാണും. കോടതി ചോദിച്ചു, കൊച്ചേ നിനക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടി? അവള് പറഞ്ഞു പറ്റത്തില്ല. അണ്ടർസ്റ്റാൻഡിങ് പറ്റത്തില്ല. കോടതി ചോദിക്കുകയാണ്, തയ്യൽ അറിയാമോ? സ്റ്റിച്ചിങ് അറിയാം സർ. എന്നാ പിന്നെ ഷർട്ടിന്റെ ഒരു ഭാഗം കീറിയാൽ നിനക്ക് ആ സൂചിയും നൂല് ഉപയോഗിച്ചത് തുന്നിയിട്ട് നടന്നുകൂടെ? ജീവിച്ചോട്ടെ എന്ന് കോടതി ഇടപെടുകയാണ്. അപ്പൊ വെങ്കുച്ചോ ഇടാം സാർ, പക്ഷേ ഷർട്ടിന്റെ എല്ലാ ഭാഗവും കീറിയതാണെങ്കിൽ തുന്നുന്നതിനേക്കാൾ നല്ലത് വേറെ തുണി മേടിക്കുകയല്ലേ. മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയങ്ങളൊക്കെ എന്തോ ചെയ്തൊരു പിടിയില്ലാണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്ന 3ാമത്തെ ചോദ്യം നെഞ്ചിൽ കുത്തി ചോദിക്കും. കരമടിച്ച് കരഘോഷയുടെ മറുപടി പറയണം. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മാതാപിതാക്കളെയും മക്കളെയും മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം. 3ാമത്തെ ചോദ്യം പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സേവിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ ദൈവമായിട്ടെന്ന് ചോദിച്ചാൽ കരഘോഷം കട്ടപ്പന വരെ കേൾക്കട്ടെ. ഒരു ജന്മമല്ല, 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ആർപ്പിട്ടുകൊണ്ട് പറയട്ടെ, യേശുവിന് പകരം വെക്കാൻ ഒരു ദൈവമില്ല. മക്കളെ, കട്ടപ്പന കോളേജിലേക്ക് പോകുമ്പോൾ ഇഷ്ടികയുടെ വലിപ്പമുള്ള മൊബൈൽ കയ്യിൽ പിടിച്ചാലും ഹൃദയത്തിൽ ദൈവത്തോടുകൂടെ നടന്നോ. കാരണം നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് 7ാമത്തെ തലമുറ. ഇന്ന് രാത്രി ഒരുപക്ഷെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മാവിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് 7ാമത്തെ തലമുറയെന്ന്. ഇപ്പോഴത്തെ മരണമൊക്കെ കണ്ടിട്ടുണ്ടോ? മരണം പണ്ട് നമ്മൾ പാടും, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ട. അതന്ന് ഇപ്പൊ ആർക്കും മരണത്തിന്റെ പാട്ടൊന്നുമില്ല. ഇപ്പൊ
അപ്പം എങ്ങനെ ജീവിക്കാമെന്നാണ് ചിന്തിച്ചു. സ്വത്രം മരണത്തെ അതിനെ മാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഇത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ പേടിക്കുമെന്ന് ഞാനും ഇതൊക്കെ പ്രസംഗിക്കുക. സ്വത്രം സ്വത്രം അവിടെ നിൽക്കട്ടെ. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഈ നടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നാളൊരു വാസ് ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആൾ മരിച്ചു. അതെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വാസ് കർത്തൃമേശ ആൾ മരിച്ചില്ല. മരണം കണ്ടോ നിങ്ങൾ? എപ്പോഴാണ് മരിക്കുക അറിയാൻ പറ്റത്തില്ല. തൃശ്ശൂർ IPCയിൽ ഒരു അമ്മച്ചി പ്രാവിനുള്ളതുപോലെ ചെറുകനിക്കുണ്ടായിരുന്നുവെങ്കിൽ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ആളുകൾ പാട്ടുപാടി തൻ്റെ കാര്യം അമ്മച്ചി ബാക്കി ഉമനീരൊക്കെ ഇറക്കിക്കൊണ്ടേ എന്ന് കരുതി. പാട്ടുപാടി കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മരിച്ചിരിക്കുകയാണ്. സ്വത്രം. കാസർഗോഡ് അമ്മച്ചി 6 കുട്ടികൾ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കടി എന്നും പറഞ്ഞ് ഇടിച്ചു, മൊബൈലൊക്കെ താഴെ വെക്കടി പിള്ളേരെന്നും പറഞ്ഞ് അവരങ്ങ് ഇടിച്ച് തിരിച്ചു ചെയ്ത് പാപ്പച്ചമാർ ഞാൻ ആമ്പിളരും പോയി ഇടിച്ചോളാൻ പറഞ്ഞു. അമ്മച്ചി എന്ന് ആമ്പിളരെ ഇടിച്ചു. 6 കുട്ടികളെന്ന് അഭിഷേകം പ്രാപിച്ചു. 45 മിനിറ്റ് ആരാധന മുന്നോട്ട് പോയി. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടിയില്ല. ഒരു പാസ്റ്റർ പറഞ്ഞു ഇന്നിനി പ്രസംഗം വേണ്ട. ഒരുപാട് കാത്തിരിപ്പ് യോഗം നടത്തിയിട്ടും അഭിഷേകം പ്രാപിക്കാത്ത 6 കുട്ടികളെ കെട്ടുപൊട്ടി. അമ്മച്ചിക്ക് അഭിനന്ദനങ്ങൾ. അച്ചായിമാരെന്ന് അമ്മച്ചിയെന്ന് വിളിച്ചപ്പോൾ അമ്മച്ചി മരിച്ചിട്ട് 43 മിനിറ്റായി. കസേര ഇരിക്കുക. എവിടാ? നമ്മുടെ കേരളത്തിലാണ് ഈ ചുതൊന്നും ചുമ്മാ തള്ളുന്നല്ല ഈ പറയുന്നൊന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഇവിടെ മീറ്റിംഗ് 6 മണിക്ക് തുടങ്ങിയതാ. ഞാൻ പ്രസംഗം 7:00 തുടങ്ങി, 7:40 തുടങ്ങിയതാ. ഈ 1 മണിക്കൂർ 1.25 മണിക്കൂറായിട്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യാശയുള്ള വചനം പറഞ്ഞിട്ട് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടുമില്ല, ഹല്ലേലൂയ പറഞ്ഞിട്ടുമില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്ന ഈ 1.25 മണിക്കൂറായി വാ തുറക്കാത്ത 1.25 മണിക്കൂറായി വാ തുറക്കാത്ത നിനക്കൊക്കെ ബാക്കി ഞാൻ പറയുന്നില്ല. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. 450 മാംസപേശികൾ ചലിക്കാതെ ഒരക്ഷരം പുറത്തു വരില്ല. ഇതിനെ ചലിപ്പിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കാൻ പഠിക്കണമെന്ന് ഞങ്ങളുടെ JC പാറക്കടവിൽ പാസ് ഈ പ്രസംഗത്തിൽ ഇത് പറയാറുള്ളൂ. പാറക്കടവിൽ അറിയാമോ? റാന്നിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ലിഡിയ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. കുഴഞ്ഞ വീട് മരിച്ചു. ഞാൻ പുളിക്കൽ കവലിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക 14 മൈൽ എബിസാറ് മെസ്സേജ് ഇട്ടു. JC ആശുപത്രിയിൽ ഞെട്ടിപ്പോയി. പുളിക്കൽ കവലത്ത് ബസ് കയറുമ്പം JC യാത്രയായി. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചെന്നാ. ഞാനാ മരിച്ചതെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലോട്ട് ഈ ജോയി പാറക്കിലും JC പാറക്കടവിൽ പേര് ഒരുപോലെ ഇരിക്കുന്നു. ഇപ്പോഴും ട്രിവാൻഡ്രം ചെല്ലുമ്പോൾ പറഞ്ഞത് ജോയി പാറക്കടവിൽ പ്രസംഗം ഇതിലോട്ടത് ഞാനും വിചാരിച്ചു. ഓഫീസിലോട്ട് എന്നോട് ജോയി പാറക്കിൽ പാസ്റ്റർ മരിച്ചല്ലേ, എപ്പോഴടക്കുന്നേ പറയാമെന്ന് പറഞ്ഞു. ഒക്കെ പോകട്ടെ എൻ്റെ വൈകി പാസ്റ്റർ. കോട്ടയത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ ഞാൻ ചെന്നപ്പം അടൂര് കടമ്പനാടുന്ന ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ ചത്തോന്നു. ആ വിളി കേൾക്കണം. ജോയി പാറക്കിൽ പാസ്സാന്നു ആന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു മരണ വാർത്ത അറിഞ്ഞായിരുന്നോ? ഞാനല്ല ചത്തത്. കണ്ട, ഞാൻ ഈ കാര്യം അവിടെ ചെന്ന് പറയുന്നത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നെടുമങ്ങാട് JC പാറക്കടലിലെ ഫ്യൂണൽ സർവീസിന് അച്ഛാ ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, സമയമായി. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, അറിയില്ല എപ്പോഴാണെന്ന്. 5 മക്കളെ 5 വൻകരയിൽ വിട്ട് 20,000 രൂപ വെച്ച് മാസത്തോറും പിള്ളേർ അയച്ച് അടുത്തുള്ള സുശീലയ്ക്ക് 30,000 രൂപയും കൊടുത്ത് വാട്ടർ ബെഡിനകത്തും കിടന്ന് പിള്ളേർ വീഡിയോ കോളിൽ ഹൗ ആർ യു എന്നൊക്കെ എന്നതാ മക്കളെ നിങ്ങൾ തിരിച്ചു ചോദിച്ച് ഇങ്ങനെ സ്വന്തം മലമൂത്ര വിസർജനത്തിനകത്ത് കിടന്ന് ഒരു ജീവിതം വേണോ എന്ന് ചിന്തിക്കുക. അതൊന്നുമല്ല ജീവിതം. മക്കൾ വിദേശത്ത് പോകുന്നതും പണം അയക്കുന്നതും ഇന്നോവേ നടക്കുന്നതിന്റെ ഭാഗമാണെങ്കിലും അതിനപ്പുറത്തുള്ള സന്തോഷം എന്താണെന്നറിയാമോ? സമ്പത്തിൻ്റെതാ. നേരം വെളുത്തൊന്ന് എഴുന്നേൽക്കുക, കണ്ണൊന്ന് തുറക്കുക, പരസഹായം കൂടാതെ ടോയ്ലറ്റിൽ പോകുക,
തിരിച്ചു വന്നൊരു കാപ്പി അനത്തി കുടിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എടുത്തുകൊള്ളപ്പെട്ടതിനോ. എഴുന്നേറ്റാട്ട ദൈവമക്കളെ, 9 മണിക്ക് 1 മിനിറ്റും കൂടെ ഉണ്ട്. ചാടി എഴുന്നേക്കുന്നേ. നേരത്തെ വീട്ടിൽ പോവും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി കണ്ണടച്ചാലും ഞാൻ കണ്ണു തുറക്കുമ്പോൾ കർത്താവ് രാജ്യത്തിലായിരിക്കുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? കാലങ്ങളായി പെന്തക്കോസ്തുകാരെ പ്രസംഗിക്കാൻ യേശു വരും. കാലമല്ല, നാഴികയാണിത്. നിങ്ങൾ ആത്മീക നെട്ടി പ്രകാശിപ്പിച്ചു നോക്കിയാൽ അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് വ്യക്തമാണ് കാര്യങ്ങൾ. ഈ നടക്കുന്ന യുദ്ധത്തിന്റെ സമാപ്തിയൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറയുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, 3-ാം ലോക മഹായുദ്ധം എന്നും പറഞ്ഞൊരു യുദ്ധം വരും. അത് ഇസ്രായേലും റഷ്യയും തമ്മില. യഹസ്കേൽ 38 ഇസ്രായേൽ ഇപ്പോൾ കളത്തിലുണ്ട്. ഇപ്പുറത്താര് വരണം? റഷ്യ വരണം. വന്നാൽ ആ യുദ്ധത്തിന് 10 വിധമായ പദ്ധതികളുമായി പരിഹാരവുമായി വരുന്ന ഒരാളുണ്ട്. ആ ആളുടെ പേരാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു ആ 10 കാര്യപരിപാടികൾ അവതരിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ച് അവന്റെ വാഴ്ച ഇവിടെ ആരംഭിക്കും, മഹാപീഡനകാലം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എതിർ ക്രിസ്തു കയറി വരുന്നതിന് തൊട്ട് മുൻപ് തന്റെ സഭയെ ഇവിടുന്ന് മാറ്റും. ഇന്ന് രാത്രിയിൽ എവിടേക്ക് നോക്കണം? നിങ്ങൾ നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. ഒരു ഭാഗത്ത് 3-ാം ലോക മഹായുദ്ധത്തിന്റെ ശങ്കൊലി മുഴങ്ങിക്കഴിഞ്ഞു. മറുഭാഗത്ത് ഈ യുദ്ധം ആരംഭിച്ചാൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തു തന്റെ പടക്കപ്പലുകളുമായി പോർമുഖത്തേക്ക് ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവമക്കൾ ആശങ്കപ്പെടുന്നില്ല. നമ്മൾ ഇടത്തോട്ടേക്ക് 3-ാം ലോക മഹായുദ്ധം നോക്കുന്നില്ല. നമ്മൾ വലത്തോട്ടേക്ക് എതിർത്ത് വരവും നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത മേഘത്തിലേക്ക് നോക്കുക. കർത്താവുദോ ഗംഭീരനാദം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കറിയില്ല നാളും നാഴികയും. ഒന്ന് ഞങ്ങൾക്കറിയാം, അവൻ വാതിൽക്കൽ തന്നെയാണ്. വിശ്വസിച്ചതിനേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. ഇന്ന് വരെ യേശുവിനെ സ്വീകരിക്കാത്തവർ ആരെങ്കിലും മെസ്സേജ് കേട്ടിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന വാഗ്ദത്തം നിറവേറേണ്ടതിന് കണ്ണടയ്ക്കും മുൻപ്, കഞ്ഞി കുടിച്ച് കിടക്കും മുൻപ് യേശുവിന്റെ ജീവിതം ഏൽപ്പിക്കപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. രക്ഷിക്കപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശ അടുത്തിരിക്കുന്നു. നാളും നാഴികയും ഞങ്ങൾക്കറിയില്ലെങ്കിലും കാലഘട്ടം അറിയുന്നു. ഒരുങ്ങി നിൽപ്പാൻ കൃപ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.